ദീനി ദഅവത്തിന്റെ അനിവാര്യത, ഇതാണ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി അവരെന്നോട് പറഞ്ഞിട്ടുള്ള വിഷയം. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം എന്താ പറയുന്നത്. ഞാൻ ആമുഖമൊന്നും പറയുന്നില്ല, നേരെ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ദീനി ദഅവ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന് വ്യക്തിയുടെ ശുദ്ധി, രണ്ട് മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള അഭിവാഞ്ഛ. ഈ രണ്ട് കാര്യമാണ് ദീനി ദഅവത്തിനുള്ളത്. ഒന്ന് വ്യക്തിശുദ്ധി, രണ്ട് ദീന് സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി ഓരോരുത്തരെയും ചെയ്യുന്ന മാധ്യമങ്ങൾ. അത് പ്രസംഗമാവും, എഴുത്താവും, അങ്ങനെ പലതും ഉണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഈ രണ്ട് മാർഗം, ഈ രണ്ട് വഴിയിലാണ് ദീനിന് പ്രസരണം ഉണ്ടാവുക. അതങ്ങനെയാണ് ദീൻ വളരുക. അതാണ് ദീന് ലോകത്ത് വ്യാപിച്ചതിന്റെ അടിസ്ഥാന കാരണം ദഅവത്ത് തന്നെയാണ്. പക്ഷെ ഈ ദഅവത്തിൽ നിന്ന് രണ്ട് ഭാഗമാണ്. ഒന്ന് ദീനിലുള്ള ആളുകളുടെ വ്യക്തിശുദ്ധി, രണ്ട് അതെത്തിക്കാനുള്ള മാധ്യമങ്ങളെ സ്വീകരിക്കുകയും ചെയ്യാം. ഈ എത്തിക്കാനുള്ള മാർഗങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് അതാരാ ചെയ്യേണ്ടത്? അതിൽ ഉമറാക്കൾ സൗകര്യം ചെയ്തു കൊടുക്കണം. ഉലമാക്കൾ അതിന് അവരുടെ ത്വാഖത്തനുസരിച്ച് തയ്യാറാകണം. അതാണ് അതിന്റെ രണ്ടാമത്തെ കാര്യം. ഉമറാക്കൾ പഴയകാലം മുതലേ ഉണ്ടല്ലോ. പഴയകാലം മുതലേ നമ്മളെ നാടുകളിലൊക്കെ വഅള് പറയും. ഈ വഅള് പറയാന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നടത്തേണ്ട ഒരു കാര്യമാണ്, എന്നും നടത്തേണ്ട ഒരു കാര്യമല്ല. പഴയ കാലം മുതലേ നമ്മളെ നാട്ടിലുള്ളത് രാവും പകലും വഅളല്ല. കുറച്ച് വഅള് പറയും, നസീഹത്ത് ചെയ്യും. കുറഞ്ഞ വഅളുകൾ കൊല്ലത്തിൽ 2, 3, 4 ദിവസം വഅള് പറയും. പിന്നെ ജുമാക്ക് ശേഷം ഒരു വഅള് പറയും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വഅള് അങ്ങനെയാണ്. പിന്നെ വഅളില്ല. ജുമാക്ക് ശേഷം ഒരു 1/2-3 മണിക്കൂർ ഉസ്താദ് ഒരു വഅള് പറയും. ജുമാന്റെ മുമ്പല്ല, ജുമാ കഴിഞ്ഞിട്ട് ഒരു 1/2-3 മണിക്കൂർ ഒരു വഅള് പറയും. നോമ്പാണെങ്കിൽ വെള്ളിയാഴ്ച അസർ വരെ പറയും. പിന്നെ ഒരു 5-6 ദിവസം, 6-7 ദിവസം കൊല്ലത്തിൽ 1-2 മഹല്ലുകളൊക്കെ കൂടി ചിലപ്പോൾ എന്ത് ചെയ്യും, വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. അതിന് താഴ്വ മുഹമ്മദ് കുഞ്ഞി മൗലവി, വെയിലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി പോലത്തെയൊക്കെ വലിയ വലിയ അക്കാലത്തൊക്കെ വലിയ മൗലന്മാരവരാണ്, വലിയ ഉഷാറുള്ള വള്ളന്മാരവരാണ്. അവരൊക്കെ കൊണ്ടുവരും. പിന്നെ നമ്മളെ പെരുമുഖത്തെ കോയ മുസ്ലിയാരുണ്ടായിരുന്നു. അതൊക്കെ ശരിയൊക്കെ ദിവസം ഉണ്ടായിരുന്ന അങ്ങനെയാണ്. നിസ്കാരത്തിൽ വഫാത്തായി പോയ അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. MKM കോയമുസ് KKM അല്ല, KKM നല്ല മനുഷ്യനെ പോട്ടെ, അതല്ല വിഷയം. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഉപദേശങ്ങൾ, സതുപദേശങ്ങളൊക്കെ. കുറഞ്ഞ ആളുകൾ വഅള് പറയും. പിന്നെ പള്ളിയിലെ മഹല്ലിലെ ഉസ്താദന്മാര് ആവശ്യത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും. അല്ലാതെ ഇന്നത്തെ പോലത്തെ രാവിലെ വയല്, ഉച്ചക്ക് വയല്, വൈകുന്നേരം വയല്, 12 മണിക്ക് വയല്, നട്ടപ്പാതിരക്ക് വയല്, വണ്ടിയെടുത്ത വയല്, ഈ വയലൊന്നും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതൊക്കെ മനുഷ്യന്മാര് നശിച്ചപ്പോൾ ഉണ്ടായ സംഗതികളാണ്. എന്നാ അതുകൊണ്ട് മനുഷ്യന്മാര് നശിക്കുമെന്ന് ചോദിച്ചാൽ അത് എനിക്കോട്ട് അറിയൂല്ല. എനിക്ക് എല്ലാ വിവരം കൂടി ഉണ്ടെങ്കിൽ ഞാൻ മക്കത്തെ ഇമാമാകാൻ പോവല്ലോ. എനിക്ക് അങ്ങനത്തെ വിവരങ്ങളൊന്നുമില്ല, കുറഞ്ഞ വിവരമേ ഉള്ളൂ. എനിക്ക് എന്താണിപ്പം നാട്ടിൽ നടക്കുന്നത് എന്നോ എവിടേക്കാണ് ഇനി സമുദായം പോകാന്നോ എനിക്കൊരു വിവരവും ഇപ്പോൾ ഇല്ല. എങ്ങോട്ടാണ് ഇനി സമുദായം പോകുന്നതെന്നും എനിക്കറിയില്ല. എവിടേക്കാണ് നമ്മളെ സമുദായം എത്താൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഇതിനൊരു അടിസ്ഥാനമുണ്ട്. അത് ഞാൻ ഒന്നാമത് പറഞ്ഞതാണ്. എന്താ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ച അനുസരിച്ച് നല്ല നിലക്ക് ജീവിക്കുക, നിങ്ങൾ പഠിച്ച അനുസരിച്ച് നല്ല നിലക്ക് ജീവിക്കുക, മൂപ്പര് പഠിച്ചനുസരിച്ച് നല്ല അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ആ ജനങ്ങളെ കുറിച്ച് ഒരു പൊതുവെ ഒരു അറിവ് വ്യാപിക്കും, അതെല്ലാവരിലും വ്യാപിക്കും. അപ്പൊ അവരെല്ലാവരും ഇത് തിരക്കടില്ലല്ലോ എന്ന് അവരെ ഖൽബിൽ തോന്നും. ബഹുമാനപ്പെട്ട അസ്ഹാബ് റസൂലില്ലാഹി മുത്തുനബിയുടെ സ്വഹാബികൾ കുറഞ്ഞ ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുറഞ്ഞ ആളുകൾ വന്നു. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നോ വൻകടൽ ചീറും തിരമാലകൾ കടന്നോ ഹിമാലയമേറെയോ വന്നവരേറെയില്ല എന്നാണ് കുമാരനാശം വരെ പറഞ്ഞത്. കുറഞ്ഞ ആളുകളെ ഇവിടെ വന്നിട്ടുള്ളൂ. അത് സത്യവുമാണ്.
കുറഞ്ഞ ആളുകളാണ് ഇവിടെ വന്നത്. മാലിക്കുദ്ദീനാർ റളിയല്ലാഹുവിന് 12 ആളുകൾ, മാലിക്കുദ്ദീനാറും 12 ആളും എന്നാണോ അവരടക്കം 12 ആളുകളാണെന്നോ, അതാണ് ആദ്യത്തെ മിഷനറി സംഘം. അങ്ങനെ ഒരു അഭിപ്രായം. അവർ 10 പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പള്ളികൾ എങ്ങനെ ഇവിടെ ഉണ്ടാക്കി? അവരെ കയ്യിൽ 10ന്റെ പൈസ ഉണ്ടായി വന്നതല്ല. അന്നത്തെ കാലത്ത് പിന്നെ പെട്രോളും മറ്റൊക്കെ കണ്ടെടുത്തിട്ട് പൈസയും കൊണ്ട് ഇവിടെ വന്നിട്ട്, പഴയതിന്റെ ഇടക്കാലത്തൊക്കെ ഈ നിബന്ധനകളൊക്കെ വരുന്നതിന്റെ മുമ്പ് അറബികൾ വന്നിട്ട് പൈസയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു, പള്ളി ഉണ്ടാക്കാനും മറ്റുമൊക്കെ. അങ്ങനെയൊന്നും വന്നതല്ലല്ലോ അവരെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല. അവരിവിടെ വരുന്ന സമയത്ത് ഒരു ഹലാലല്ല, ഒന്നുമില്ല. അവർക്ക് അങ്ങോട്ട് കഴിയുന്ന നാടും അല്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. ഇന്നിപ്പോ ഞാൻ നേരം വെളുത്തിട്ട് ഒരു ഹദീസ് നോക്കി. എന്താ ഹദീസ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫ നബിയോട് പറയാണ്, നബിയെ, ഇന്നൽ മലായികത തആമുഹും തസ്ബീഹ് വതഹ്മീദ് വതംജീദ് വതഖ്ദീസ് ഫമാ തആമുനാ യാ റസൂലല്ലാഹ്. മലക്കുകൾക്ക് പിന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ മതി, അതവരെ ഭക്ഷണമാണ്. നമ്മൾ മനുഷ്യന്മാരല്ലേ നബിയെ, നമുക്ക് ഭക്ഷണം എന്തെങ്കിലും വേണ്ടേ? ഞാൻ ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടിയിട്ട് അലി ബിൻ അബീ ത്വാലിബിന് ഖസാസത്താണ്, അതായത് വയറ് മുതുകല്ലോട് ഒട്ടിയിട്ടുണ്ട്, തിന്നാഞ്ഞിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഞാൻ, ഉപ്പാന്റെ കയ്യിൽ വല്ലതുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ നബിയോട് പറയുമ്പോ ഹബീബ നബി പറയാണ്, മോളെ യാ ബിൻതി മാ ഉഖ്ബിസ നാറുൻ ഫീ ബൈത്തി മുഹമ്മദിൻ മുൻദു 30 യൗമൻ. ഈ പൊരയില് അടുപ്പിൽ തീ കത്തിച്ചിട്ട് 30 ദിവസമായി. പിന്നെ എന്താ ഞാൻ നിനക്ക് തരുന്നത്? മനസ്സിലായില്ല. മാ ഉഖ്ബിസൻ നാറുൻ ഫീ ബൈത്തി മുഹമ്മദിൻ മുൻദു 30 യൗമൻ. 30 ദിവസമായി ഈ പൊരയിൽ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല. പിന്നെ മോളെ ഞാൻ നിനക്ക് എന്ത് തരാനാണ്? പിന്നെ ഞാൻ നിനക്ക് വഅല്ലിമുക്ക് കലിമാത്തിൻ അല്ലമനീഹിന്ന ജിബ്രീലു. വിശപ്പ് വരുമ്പോൾ പറയാൻ വേണ്ടി ജിബ്രീൽ എനിക്ക് 5 വാക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഞാൻ നിനക്കും പറഞ്ഞുതരാം. കഷ്ടപ്പെട്ട് തിന്നാനൊന്നും കിട്ടിയില്ല, പള്ളി പൈപ്പാറ്റാനൊന്നുമില്ല, വിശപ്പാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെല്ലാനുള്ള ഒരു ദിക്ർ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ പഠിപ്പിച്ചത് മോളെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. യാ അവ്വലൽ അവ്വലീന വയാ ആഖിറൽ ആഖിരീൻ വയാ ദൽ ഉർവത്തിൽ മതീൻ യാ റാഹിമൽ മസാക്കീൻ യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, വിശപ്പ് മാറുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ആ നാട്ടിൽ നിന്നല്ലേ അവര് വരുന്നത്. അപ്പൊ അവരെ കയ്യിൽ ഇവിടെ പൈസയും കൊണ്ട് പള്ളി അച്ഛൻ വരാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. പക്ഷെ അവരിവിടെ വന്നപ്പോഴത്തിന് ഈ നാട്ടുകാരൊക്കെ സ്വഭാവം മാറി. അവര് മദ്ദു അനാഖഹും, അവര് കഴുത്ത് നീട്ടി നോക്കി. വല്ലാത്തൊരു ജനങ്ങൾ തന്നെയാണ്. അവരുടെ സ്വഭാവം കണ്ട് അവര് അത്ഭുതപ്പെട്ടുപോയി. അവര് അവര് അത്ഭുത പരതന്ത്രരായി. ഇത് എന്തൊരു കൗമാണ്, ഇങ്ങനത്തെ ഒരു ജനത ഇല്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരെ മക്കളെ മുസ്ലിമായിട്ട് സ്വഹാബികൾക്കും താബിഈങ്ങൾക്കും കെട്ടിച്ചു കൊടുത്തു. ചിന്തിക്ക്, സ്വന്തം മക്കളെ അവര് മതം മാറ്റിയിട്ട് എന്ത് ചെയ്ത്? അച്ഛൻ ഹിന്ദു, മകള് മുസ്ലിം ആക്കിയിട്ട് സ്വഹാബികൾക്കും താബിഈങ്ങൾക്കും കെട്ടിച്ചു കൊടുത്തു. ഇപ്പൊ ശ്രീദേവി ഫാത്തിമ എന്നതിനെ സ്വീകരിച്ചു. ആരാ ശ്രീദേവി? ശ്രീദേവി എന്ന് പറഞ്ഞാല് ആരാ? ശ്രീദേവി നിങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളെ എന്താ പറയാ, അറക്കൽ സ്വരൂപത്തിലെ പ്രധാനം പെണ്ണുങ്ങൾക്കാണ്. അതായത് അറക്കൽ രാജാവ് എന്ത് ചെയ്തതാണ്? മോളെ മുഅ്മിനത്താക്കി മുസ്ലിമത്താക്കിയിട്ട് സ്വഹാബിക്ക് കെട്ടിച്ചു കൊടുത്താണ്. മനസ്സിലാവണല്ലേ? അതാണ് മരുമക്കത്തെ സമ്പ്രദായത്തിന്റെ ഒരടിസ്ഥാനം. അതായത് വീടുകളില് ആണുങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്യാനുള്ള കാരണം എന്താ മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം എന്താ? സ്വഹാബികൾ അവിടുന്ന് വന്നു, താബിഈങ്ങൾ വന്നു. അപ്പൊ അവർക്ക് വീടുകളൊന്നുമില്ല. അപ്പൊ ഇവരെ പെൺകുട്ടികളെ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചിട്ട് ആട് കെട്ടിച്ചു കൊടുത്തു. അവർക്ക് വീടൊന്നുമില്ല, അപ്പൊ അവരെ തന്നെ പാർത്തോട്ടെ. നേരം പുറത്ത് അവർ പല കാര്യത്തിനും പോകും, വൈകുന്നേരം തിരിച്ചു വരും. എവിടെ പാർക്കും? ഭാര്യ എവിടെ പാർക്കും? ഭാര്യ വീട്ടിൽ പാർക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, കണ്ണൂരാണെങ്കിലും കണ്ണൂരിന് കാരണം എന്താ? ആദ്യത്തെ പള്ളി കണ്ണൂരല്ലേ? ആദ്യത്തെ പള്ളി എവിടെയാ? കണ്ണൂരല്ലേ? ബുനിയ സനത 50 ഹിജ്റ 5 ആദ്യത്തെ പള്ളി.
മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആദ്യത്തെ ഹിജ്റ 1 മദീനത്തെ പള്ളി എങ്കിൽ, ഹിജ്റ 8 മക്കത്തെ പള്ളിയാണ് എങ്കിൽ, ഹിജ്റ 5 കേരളത്തിലെ പള്ളി. മനസ്സിലായില്ല? മക്കത്തെ പള്ളിയാണത് ഹിജ്റ അല്ല കുട്ടിയെ. മക്കത്തെ പള്ളിയാവുന്ന ഹിജ്റ 8. അതുവരെ അവിടെ ശിർക്കിന്റെ മണ്ഡപല്ലേ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അവിടെ 300 ചില്ലാനം വിഗ്രഹങ്ങളെ പൂജിക്കല്ലേ. അതെങ്ങനെ പള്ളി എന്ന് പറയാ? മനസ്സിലാവുണ്ട് പറഞ്ഞത്? മക്കത്തെ പള്ളിയാവണത്, അതിന് മസ്ജിദ്, അതിന് പള്ളി എന്ന് പറയാവുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. മനസ്സിലാവണില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർഭയമായി അവിടെ പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഹിജ്റ 8 എന്നാൽ കേരളത്തിലെ ആദ്യത്തെ പള്ളി ഹിജ്റ 5 ബുനിയ സനത 50. ഇതാണ് ചരിത്ര പ്രമാണം പ്രധാനമായും. അപ്പൊ അവര് വന്നപ്പോ അവർക്കൊന്നുമില്ല. ഹിന്ദുക്കളെ എന്തായ സഹോദരങ്ങളെ എന്ത് ചെയ്തു? വിശാല മനസ്കരായ ഹിന്ദുക്കൾ എന്ത് ചെയ്തു? അവരെ മക്കളെ എന്ത് ചെയ്തു? ഇതിന് കാരണമുണ്ട്. അവർക്ക് വിശാല മനസ്കത ഉണ്ടാകാനുള്ള കാരണം എന്താ? ഇവരെ നന്മ. മനസ്സിലായില്ലേ? ഇവരുടെ നന്മ, വന്നവരുടെ നന്മ. അതിപ്പോ അത് ഇപ്പോൾ നടക്കും. ഒരു അന്യ നാട്ടുകാരൻ ഇവിടെ വന്നു, അയാളെ നന്മ കണ്ടങ്ങൾ അയാൾ വീട്ടിലേക്ക് സ്വീകരിച്ചു. വീണ്ടും നന്മ കണ്ടാൽ നിങ്ങൾ പറയും നിങ്ങൾ ഇവിടുന്ന് പോകണ്ട. അപ്പൊ ഞാൻ എങ്ങനെ പോകാതിരിക്കുന്ന? എന്നെ പെങ്ങളെ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ എന്നിടയിലും പോയത്. അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് നമ്മൾ മകളെ കെട്ടിച്ചു കൊടുക്കും, പെങ്ങളെ കെട്ടിച്ചു കൊടുക്കും. ചിലപ്പോ അയൽവാസികൾ പറയും എന്ത് വിചാരിച്ചിട്ട് അയാളപ്പ അവിടെ പോറ്റുന്നത്. അപ്പൊ നമ്മൾ മറുപടി അറിയും എന്ത് വിചാരിച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം, എനിക്ക് അയാളറിയാം, എന്നെക്കാൾ നല്ലതാണ്. എന്റെ വാപ്പാന്റെയും വല്യാപ്പാന്റെയും കാലം മുതൽ ഞങ്ങൾ അയൽവാസികളായ എന്നെക്കാൾ നല്ലവനാണ് അയാള് എന്ന് പറയാൻ നമ്മൾ ഇന്നും തയ്യാറാവൂലേ? നിങ്ങളോട് തന്നെയല്ലേ വയറില്? അല്ല, എനിക്ക് ഡൗട്ട് ഞങ്ങളോടല്ലേ വയറിൽ പറയണത്. ചിന്തിക്ക. ഇതൊക്കെ മനുഷ്യന് ജനങ്ങളെ എളുപ്പം മനസ്സിലാവും. മൈക്കയിൽ കൂക്കിയിട്ട് ഒരു ജനത നന്നാവൂല. മൈക്കയിൽ കൂക്കിയാൽ മൈക്കക്കാർക്ക് പൈസ കിട്ടുന്നല്ലാതെ ഒരു കാര്യമല്ല. നല്ലതല്ലേ ആണ്, വേറുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് കോമാളിത്തരുന്നതിന് പറയാം. അപ്പൊ ഞങ്ങൾ ചിന്തിക്കണം, ദീനി ദഅവത്തിന് 2 അടിത്തറയുള്ളത്. ഒന്ന് വ്യക്തിശുദ്ധി. ബഹുമാനപ്പെട്ട അസ്ഹാബ് റസൂലില്ല മാലിക് ഇമാമിന്റെ ഒരു കൗല് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ വരെ ഉദ്ധരിച്ചിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന ഫീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹാഫിദ് ഇബ്നു കസീറിന്റെ തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എടുത്തു നോക്കി. അവിടെ മാലിക് ഇമാമിൽ നിന്ന് ഖൗൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ബലഗനി അന്ന നസാറ അഹ്ല ശാമി ലമ്മാ റഅൂ അസ്ഹാബ റസൂലില്ലാഹ്. ഷാമിലെ ക്രിസ്ത്യാനികൾ, ഷാം മൊത്തം ക്രിസ്ത്യാനികളായിരുന്നു. ആ ക്രിസ്ത്യാനികൾ ലമ്മാ റഅൂ അസ്ഹാബ റസൂലില്ലാഹ്, മുത്തനബിയുടെ സ്വഹാബികളെ കണ്ടപ്പോൾ ഖാലു അസ്ലമു, കണ്ടപ്പോഴത്തിന് അവര് മുസ്ലിമായി. ആര്? ഷാമിലെ ക്രിസ്ത്യാനികൾ ഷാമിലേക്ക് സ്വഹാബികൾ വന്നപ്പോഴത്തിന് മുസ്ലിമായി. വഖാലു, അവര് പറയുകയും ചെയ്തു, ഹൗലായി ഖൈറും മിനൽ ഹവാരിയീൻ, ഈ വന്ന ആളുകൾ നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ ക്രിസ്തുവിന്റെ ഹവാരിയങ്ങളായ അപ്പോസ്തലന്മാരെക്കാൾ നല്ലവരാണ് എന്ന് ആര് പറയാ? ആര് പറയാ? ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പോസ്തലന്മാര് ഈസാ നബി കഴിഞ്ഞാൽ പിന്നെ ആർക്കാ പ്രാധാന്യം? അപ്പോസ്തലന്മാർക്ക്. ഖുർആനോട് പറയുന്നുണ്ട്, ഖുർആൻ അപ്പോസ്തലന്മാരെ അംഗീകരിക്കുന്നുണ്ട്. ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുമുൽ കുഫ്ര ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് ആമന്നാ ബില്ലാഹി വഅശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ എന്ന് ഹവാരിയങ്ങൾ പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ അപ്പോസ്തലന്മാര്, ഈ മുസ്ലിം സഹാബികള്, അസ്ഹാബ് റസൂലില്ലാഹ്, അവര് ഷാമിലേക്ക് ചെന്നപ്പോൾ ഷാമിലെ ജനങ്ങളെ എന്ത് ചെയ്ത്?
ഇവരെ കണ്ടപ്പോഴത്തിന് അവര് പറയാൻ തുടങ്ങി, എന്ത് മനുഷ്യന്മാരാ, ഇവരെ കണ്ടാൽ തന്നെ അറിയാം ഇവര് ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെക്കാൾ നല്ലവരാണെന്ന്. ആരാ പറയണത്? ക്രിസ്ത്യാൻ. അവിടെയാണ് കണക്ക്. നമ്മളിപ്പോ എതിരിടാ അങ്ങോട്ടും ഇങ്ങോട്ട് പലതും പറയും, മനസ്സിലായില്ല? ഇപ്പൊ നമ്മൾ പറയാ നമ്മളെ കൂട്ടരാണ് വലിയൊരു, അവര് പറയാ അവരെ കൂട്ടരാ വലിയൊരു. സ്വാഭാവികമല്ലേ പറയണത്? ഇത് അവര് പറയാ നമ്മുടെ അപ്പോസ്തലന്മാരെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവരെക്കാൾ നല്ലവരാണ് ഇവര്. സ്വഹാബികളെ കണ്ടപ്പോഴത്തിന് അവര് പറഞ്ഞ അവർ മുസ്ലിമായി. വയറിന് പറഞ്ഞിട്ടില്ല, വയറിന് പറഞ്ഞിട്ടില്ല. പിന്നെ വയറിന് എങ്ങനെ പറയണ അതും ഞാനുള്ള ഒരു വർത്തമാനം ഒരു കൂട്ടത്തിൽ കൂടി പറയണ്ടേ. സ്വഹാബികൾ എങ്ങനെ കൂട്ടം ജനങ്ങളെ വയറിന് പറയണത്? സ്വഹാബികൾ എങ്ങനെയാണ് ജനങ്ങളെ വയറിന് പറഞ്ഞ ആളുകൾ ക്ഷണിക്കുക? സഹാബികൾ പോയ നാടുകളുടെ ഭാഷ സ്വഹാബികൾക്ക് അറിയോ? ആ ഭാഷ മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം സഅദ് ബിൻ അബീ വഖാസ് ആണ് ചൈനയിലേക്ക് പോണത് റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, ലോക പ്രശസ്തമാണ് ചൈനയെ സഅദ് ബിൻ അബീ വഖാസിന്റെ ഖബർ റളിയല്ലാഹു അൻഹു. സഅദ് തന്നെയാണ് ആ പ്രധാന അഭിപ്രായം. സഅദിനെ മുസ്തഫ നബി പറഞ്ഞേക്കാണ് എങ്ങോട്ട്? ചൈനീസ് ഭാഷ എന്ന് പറഞ്ഞാൽ അന്നും കീറാമുട്ടിയാണ്, ഇന്നും കീറാമുട്ടിയാണ്. ഒരക്ഷരം എഴുതണമെങ്കിൽ ഒരു പൊരണ്ടാക്കണ പണിയാ, ഒരു കൗക്കോലും എന്തൊക്കെ ഒരു ഉത്തരവും കാലും ഇതൊക്കെ കാണണം. എന്ത് ഒരക്ഷരം, രണ്ടാമത്തെ അക്ഷരം വേറെ. മനസ്സിലായില്ല? കാലും ഉത്തരവും കൗക്കോലും ഒക്കെ ഉണ്ടായാലേ എന്ത് നടക്കുള്ളൂ, ഒരക്ഷരം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ചൈനീസ് ഭാഷ എന്തറിയാൻ സഅദ് ബിൻ അബീ വഖാസിന് റളിയല്ലാഹു അൻഹു. ചെന്നപ്പോഴത്തെ ജനങ്ങൾ മുസ്ലിമായി. സ്പെയിനിലേക്ക് പോയ താരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു സ്പാനിഷ് അറിയില്ലല്ലോ, എന്തറിയാന്? ബഹുമാനപ്പെട്ട താരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹുവിന് സ്പാനിഷ് അറിയില്ലല്ലോ. സ്പെയിനിലെ ഭാഷ അന്നും ഇന്നും സ്പാനിഷാണ്. ആ നാട്ടിലേക്ക് പോയ താരിഖ് ബിൻ സിയാദിനെ ബഹുമാനിച്ചിട്ട് അവരെ തുറമുഖത്തിന് ജിബ്രാൾട്ടർ എന്ന് പേരിട്ടു. എന്താണ് ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞാൽ? ജബൽ ത്വാരിഖ് എന്നാണ്. ത്വാരിഖ് കപ്പലിറങ്ങിയിട്ടാണ് അവരെ നാട്ടിൽ മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് യൂറോപ്യന്മാർ ഇപ്പോഴും താരിഖ് ബിൻ സിയാദിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? യൂറോപ്പിലെ നമ്മളെ പ്രധാനപ്പെട്ട തുറമുഖം കൊച്ചിയാണെങ്കിൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ്. പ്രത്യേകിച്ച് സ്പെയിനിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ് എന്ത്? ജിബ്രാൾട്ടർ. എന്താണ് ഈ ജിബ്രാൾട്ടർ? ജബൽ ത്വാരിഖ്. അതായത് ത്വാരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു ഒരു മലന്താഴ്വരയിലുള്ള കടലിടുക്കിലാ കപ്പലിറങ്ങിയത്. ആ മലയിലേക്ക് ചേർത്തിട്ട് ആ തുറമുഖത്തിന് പേരിട്ടു എന്ത്? ജബൽ ത്വാരിഖ്. ഈ ജബൽ ത്വാരിഖാണ് പിന്നീട് എന്തായി മാറിയത്? ജിബ്രാൾട്ടർ. യൂറോപ്പിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഇന്നും ഏത്? ജിബ്രാൾട്ടർ. നിങ്ങൾ ചിന്തിക്ക്, ബഹുമാനപ്പെട്ടവർക്ക് സ്പെയിനിലെ ഭാഷ അറിയില്ലല്ലോ. ത്വഞ്ചയിലേക്ക് പോയ ഉഖ്ബത്ത് ബിൻ നാഫിഅ്, ഉറക്കപ്പറ ഉഖ്ബത്ത് ബിൻ നാഫിഅ്. ത്വഞ്ച മുനമ്പിലാണ് ഉഖ്ബത്ത് ബിൻ നാഫിഅ് വഫാത്തായി കിടക്കുന്നത്. ഒരു ഭാഗത്ത് അലതല്ലുന്ന മെഡിറ്ററേനിയനും ഒരു ഭാഗത്ത് അലതല്ലുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുനമ്പിലാണ് ഉഖ്ബത്ത് ബിൻ നാഫിഅ്. ഉറക്കപ്പറ പ്രഗൽഭ സ്വഹാബിയായ ഉഖ്ബത്ത് ബിൻ നാഫിഅ്. മൊറോക്കോയിലെ ഭാഷ അവർക്ക് അറിയില്ലല്ലോ. പിന്നെ എങ്ങനെ ഇതൊക്കെ വേറെയാണെങ്കിൽ ഭാഷ അറിയണ്ടേ? പറയും മനുഷ്യന്മാരെ, പറയും മനുഷ്യന്മാരെ. വയറിൽ എന്ത്? പക്ഷേ എന്ത്? ഒരു വയറിലും പറയണ്ട. മനുഷ്യൻ നന്നായ എല്ലാവർക്കും തിരിയും ഇയാള് നല്ലവനാണെന്ന് വയറ് പറയേണ്ട ആവശ്യമല്ല. തിരിച്ചാണെങ്കിലോ നല്ലൊരു വയറ് പറഞ്ഞ് അപ്പൊ തിരക്കില്ല തോന്നുന്നു. അപ്പം ബുദ്ധിയുള്ള മറ്റൊന്നും ഉണ്ടണ്ട, നമുക്കൊന്ന് 2 ദിവസം നോക്കുക. വയറിലാർക്കും പറയാൻ കഴിയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒരാൾ നല്ലൊരു വയറിലാണ് പറഞ്ഞേ, അപ്പൊ മറ്റവൻ എന്ത് പറഞ്ഞ്? ഒരാൾ നല്ലൊരു വയറിലാണ് പറഞ്ഞു.
നല്ലൊരു വയറ് പറഞ്ഞു. അപ്പൊ വയറ് കേട്ടിട്ട് ഒരാൾക്ക് ഈമാൻ ചൂടായിട്ട് പറഞ്ഞ് ഞാൻ എന്റെ മകളെ മുപ്പതിന് കെട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പ അയൽവാസി പറഞ്ഞേ എന്റെ കുഞ്ഞമ്മരെ പെട്ടെന്ന് ഞാൻ വാക്ക് കൊടുക്കല്ലേ, ഇതിനും വലിയ വയറിലൊക്കെ ഇവിടെ പറഞ്ഞിട്ട് ഇതിനും വലിയ പാല് പൊന്തിച്ച് പറഞ്ഞവർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സമയം നോക്കുക എന്തത് സാധനം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. വയറിൽ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ വിശ്വസിക്കൂല, ജീവിച്ചാൽ മനുഷ്യൻ വിശ്വസിക്കൂ. ലോകത്തെ ഏറ്റവും ആളുകളെ നന്നാക്കിയ ആള് തീരെ വയറിലറിയാത്ത ആളാ. കാന ഖലീലൽ കലാമി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ ഏറ്റവും ആളെ നന്നാക്കിയത് മുഹമ്മദ് മുസ്തഫ അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിന് തൊപ്പിട്ട് കിടക്കണോ? ദുനിയാവിൽ ഏറ്റവും ആളെ നന്നാക്കിയ ആളാരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മുഅ്മിനാവൂല. വളഞ്ഞു കുത്തി റുക്കോം സുജൂദും ചെയ്തിട്ട് കാര്യല്ല. അത് ഏത് മുനാഫിക്കും റുക്കോം സുജൂദും ചെയ്യും. ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഖൽഖിനെ ഏറ്റവും കൂടുതൽ ഹിദായത്താക്കാൻ വേണ്ടി അള്ളാഹു മധ്യവർത്തിയാക്കിയ ആൾ മുഹമ്മദ് മുസ്തഫയാണ്. ഇത് വിശ്വസിക്കൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. അങ്ങനെ ആണ് താനും. ഇയാള് കാന ഖലീലൽ കലാമി, കാന ഖലീലൽ കലാമി, കൂടുതൽ വർത്തമാനം പറയാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, വർത്തമാനം തുടങ്ങുമ്പോഴത്തെ നിർത്തും. അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ കുറച്ച് നീട്ടി വയറ് പറഞ്ഞിട്ടുള്ളൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വയറ് തുടങ്ങുമ്പോഴത്തിന് വയറ് നിർത്തി ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, വയറൊക്കെ വളരെ കുറവല്ലേ? ഹബീബായ റസൂലുള്ളാഹിയുടെ ലോക പ്രശസ്തമായ വയറ് ഹജ്ജത്തുൽ വദാഇലെ വയറല്ലേ? ഈ വയറിന്റെ അക്ഷരങ്ങളിൽ നിന്ന് അടുക്കി പെറുക്കിയിട്ട് അറബിയിൽ പറഞ്ഞാൽ 8 മിനിറ്റാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ പോലെ 5 മണിക്കൂറൊന്നും വയറില്ല മുസ്തഫ നബിക്ക്. അവിടുത്തെ അൽ ഖുത്ബത്തുൽ മശ്ഹൂറ ഖതബ ബിഹാ യൗമ അറഫ فأنزل الله في آخر تلك الخطبة اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ആ വയലിന്റെ അവസാനമാണ് ആയത്തിറങ്ങിയത്. ആ വയല് റസൂലുള്ളാഹിയുടെ ലോക പ്രശസ്തമായ വയലാണ്. ഏത് പറ? എവിടുത്തെ വയല്? അറഫ മൈതാനിയിൽ അവിടുന്ന് ഹജ്ജ് ചെയ്യാണ്. ആ ഹജ്ജ് കഴിഞ്ഞ് ചില്ലറ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഹബീബ് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, അവിടെ റസൂലുള്ള ചെയ്ത പ്രസംഗമാണ് അൽ ഖുത്ബത്തുൽ മശ്ഹൂറ ഖതബ ബിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ അറഫ വഹുവ യഹജ്ജു. മുത്ത് മുഹമ്മദ് മുസ്തഫ ഹജ്ജ് ചെയ്ത വേളയിൽ പറഞ്ഞ പ്രസംഗാണ് ലോക പ്രശസ്തമായ പ്രസംഗം. അതെത്ര? 8 മിനിറ്റ്. 8 മിനിറ്റ് 8 മിനിറ്റ് 8 മിനിറ്റ്. ചിന്തിക്ക്, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പോൾ എന്താ വിഷയത്തിന്റെ മർമ്മം? എന്താ? നമ്മൾ നന്നാവുക, നമ്മൾ നന്നാവുക, നമ്മൾ നന്നാവുക, നമ്മൾ നന്നാവുക. എനിക്ക് നല്ല വാസന ഉണ്ടോ? എനിക്ക് നല്ല വാസനയുണ്ടോ? തേച്ചാൽ വാസന ഉണ്ടാവുമോ? ഇതാ തേച്ചോളൂ, എന്നെ തേച്ചാൽ വാസനയുണ്ടാവും. എനിക്ക് നല്ല വാസന ഉണ്ട്. വയറിന്റെ ആവശ്യം അത്തറിനുണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ, എന്തൊരു മനുഷ്യന്മാരാണ്. അത്തറിന് പറയേണ്ടതുണ്ടോ? അത്തറ് ചോദിച്ചോളി. ഇതാ അത്തറ് തേക്കാൻ മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ അത്തറ് തേക്കി എന്ന് വയറ് വരേണ്ട ആവശ്യം അത്തറിനുണ്ടോ? എന്നെ തേച്ചോളൂ മനുഷ്യന്മാരെ, എന്നെ തേച്ചോല മുഴുവനും ഞാൻ നല്ല നല്ല സുഗന്ധമുണ്ടാക്കി കൊടുക്കും എന്ന് കൂട്ടമായി ക്ഷണിച്ചു കൊള്ളുന്നു. നരിക്കുനി, പറമ്പൽ ബസാർ, ഇവിടെയൊക്കെ അങ്ങാടിയിൽ നോട്ടീസ് ഒട്ടിക്ക. എന്നിട്ട് ഇങ്ങനെ മണപ്പിക്കേണ്ട ആവശ്യം അത്തറിനുണ്ടോ? ഒന്ന് പറ മനുഷ്യ. ഇല്ല, അത്തറിന് എന്തേ ഉള്ളൂ. അത് അത്തറുന്തു മിസ്കിൻ. നല്ല സുഗന്ധവാസന ഉണ്ടായി അത് കുപ്പിയിൽ ഇരിക്കേണ്ട ബാധ്യതയുള്ളൂ.
അതിൽ നല്ല വാസന ഉണ്ടെങ്കിൽ ജനങ്ങൾ സ്വമേധയാ തേക്കും, എതിരാളി തേക്കും. മനസ്സിലായില്ല? പറയും മനുഷ്യന്മാരെ, അത്തറിന്റെ പ്രതിപക്ഷം നോക്കുക. നിങ്ങളൊന്നും എന്റെ കൂടെ വരി. അത്തറിനൊരു പ്രതിപക്ഷം ഉണ്ട് നോക്കുക, എതിർ ഗ്രൂപ്പ്. മനസ്സിലായില്ല? ഒന്ന് ഒറിജിനൽ അത്തറ്, ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അത്തറ്. എങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് അത്തറും ഉള്ളിന്റെ ഉള്ളിൽ കൊതിച്ചോ ഞാൻ ഒറിജിനലായെങ്കിൽ. മനസ്സിലായോ? ഇനി അതിൽ കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്താ പരിഹാരം? പരിഹാരം നമ്മൾ നന്നാവുക. പരിഹാരം നമ്മൾ നന്നാവല്ലാത്ത ഒരു പരിഹാരമില്ല. ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഖുർആൻ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഖുർആന് ഇനി ഒരു പണിയുമില്ല. ഖുർആൻ ഒറ്റക്കൊരു പണിയെടുത്തിട്ടും ഇല്ല. ഖുർആൻ ഒറ്റക്കൊരു പണിയെടുക്കൂല. സാലിഹീങ്ങൾ അതിനെ ഏറ്റെടുത്താൽ അത് പണിയെടുക്കും. മുനാഫിഖീങ്ങൾ അതിനെ ഏറ്റെടുത്താൽ അത് പണിയെടുക്കൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ ഇക്കാലം വരെ ഒരു പണിയെടുത്തിട്ടില്ല. അത് മുഹമ്മദ് എന്ന മനുഷ്യന്റെ കയ്യിൽ കിട്ടി, അപ്പൊ പണിയെടുത്തു. അള്ളാഹ് പണിയെടുക്കാൻ ഏൽപ്പിച്ച ഖുർആനല്ല, മുഹമ്മദ് മുസ്തഫാനെയാണ്. നിങ്ങൾ തോന്നുന്നു നല്ലവനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം കണ്ട സ്വാലിഹായ മുഹമ്മദ്, അത്തഖന്നാസി മുഹമ്മദുൻ, മനുഷ്യ കുലത്തിലെ ഏറ്റവും മുത്തഖിയായ മുഹമ്മദ് മുസ്തഫ, വഅഹ്സന്നാസി മുഹമ്മദുൻ, ജനങ്ങളിൽ അള്ളാനെ ഇന്ന് വരെയുള്ള കോടാനക്കോടി ജനങ്ങളിൽ ഏറ്റവും അള്ളാനെ പേടിച്ച മനുഷ്യൻ മുഹമ്മദ്. ചിന്തിക്ക്. വസാഹിബുൽ ഖുലുഖിൽ കരീം ഫാഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. അവിടുത്തെ സ്വഭാവത്തിന് അടുത്തെത്തിയ ഒരാളും ലോകത്തില്ല. അങ്ങനെയുള്ള മുഹമ്മദ് മുസ്തഫ, ആ ആളെ കയ്യിലേക്ക് അള്ളാഹു ഖുർആൻ കൊടുത്തപ്പോ നാട്ടുകാർ നന്നായി. ആ ഖുർആൻ ഇന്നുണ്ട്, നന്നാവണില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? പറയും മനുഷ്യന്മാരെ, നമ്മൾ നന്നാകാതെ ആരും നന്നാവൂല. ബാപ്പ നന്നാകാതെ മക്കൾ നന്നാവൂല. ഉമ്മ നന്നാകാതെ മക്കൾ നന്നാവൂല. ഉലമാക്കളും ഉമ്മറാക്കളും നന്നാകാതെ സമുദായം നന്നാവൂല. സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ 2 വിഭാഗം ആളുകൾ ഉണ്ട്. ഇതാ സ്വലഹ, അവര് നന്നായാല്, അവർ നന്നാക്കിയാലല്ല. ഇതാ സ്വലഹ, അവര് നന്നായാല് ഓർക്ക് പഠിച്ചോനെ പേടിയുണ്ട്. ഓര് വാങ്ങിയാ കൊടുക്കും, അവര് പറഞ്ഞാ പാലിക്കും, അവർ പെണ്ണുങ്ങളോട് മാന്യത പുലർത്തും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദീനിന്റെ മാറ്റം പെണ്ണിനോട് മാന്യത പുലർത്തലാണ്. ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ തീയിലിട്ട് ഖുറൈശികൾ ചുട്ട് ബോധരഹിതനായപ്പോൾ ഖുറൈശികൾ പിരിഞ്ഞുപോയി. ബോധം കിട്ടിയപ്പോൾ എങ്ങനെയോ നീന്തിയും വലിഞ്ഞും ഹബീബിന്റെ മുന്നിലേക്ക് വന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനോട് പറഞ്ഞു, അല്ലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആർന്നൂടെ നബിയൻ. അപ്പോൾ ചോദിച്ചു, കാന യതല്ലല്ലു ബിബർദത്തിൻ ഫീ ളില്ലിൽ കഅബ കാന യതവസ്സദു ബിബർദതിഹി, അവിടുത്തെ ഒരു പുതപ്പ് കൊണ്ട് തലയണയാക്കിയ ഫീ ളില്ലിൽ കഅബ, കഅബയുടെ തണലിൽ വിശ്രമിക്കുന്നു ഉച്ചനേരം മുഹമ്മദ് മുസ്തഫ. കഅബന്റെ തണലില് ഇങ്ങനെ പുതപ്പ് ഇങ്ങനെ തലേണ ആക്കി വെച്ചിട്ട് റസൂൽ അങ്ങനെ കിടക്കുക. അപ്പോഴാണ് ഖബ്ബാബ് വരുന്നത്. നബി ഞങ്ങളോടെന്തുവാ, ഞങ്ങൾക്ക് കൊണ്ടുവന്ന ദ്വാറിനോടെ നബി എന്ന് ചോദിച്ചു. അപ്പൊ എന്തേ ഖബ്ബാബ് ഉണ്ടായിന്ന് ചോദിച്ചു. അപ്പൊ ഖബ്ബാബ് ഒന്നും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ റസൂലൊക്കെ അരിഞ്ഞു പോയി കണ്ടിട്ട് പച്ച ഇറച്ചി ചുട്ടിട്ടുണ്ട്. ആരുടെ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഈ ഖബ്ബാബിന്റെ ഓത്ത് കേട്ടിട്ട് ഉമർ ഇബ്നു ഖത്താബ് മുസ്ലിമാണ്. അപ്പൊ ആരായിരുന്നു ഖബ്ബാബ്? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി.
മനസ്സിലായില്ല. ഖബ്ബാബിന്റെ ഓത്ത് കേട്ടിട്ടാണ് ആര് മുസ്ലിമായത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്ലിമാവുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പെങ്ങളെ വീട്ടിൽ വെച്ച് അടിമക്കുട്ടിയായ ആരോധി ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ, സൂറത്ത് ത്വാഹ ഓടുന്നു ആര്? ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ഖബ്ബാബ് അത്രയും വലിയ മഹാനാ. ഖബ്ബാബിന്റെ കോലം റസൂൽ കരിഞ്ഞു സ്വല്ലല്ലാഹു. റസൂൽ പറഞ്ഞു, ഖബ്ബാബെ പേടിക്കണ്ട, ധൃതി പിടിക്കണ്ട, അല്ലാഹു ലയതിമന്ന അല്ലാഹു ഹാദൽ അംറ, ഈ കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കും. സർവാഭരണ വിഭൂഷിതയായ ഒരു പെണ്ണ്, യുവതിയായ സുന്ദരിയായ പെണ്ണ് മക്കായിൽ നിന്ന് ഹദർമൗത്തിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും ലാ തഖാഫു ഇല്ലല്ലാഹ്, അല്ലാത്ത ഒരാളെയും പേടിക്കേണ്ടി വരൂല. അങ്ങനത്തെ കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ പറഞ്ഞത്? മക്കയിൽ നിന്ന് ഹദർമൗത്തിലേക്ക് ഒരു പെണ്ണ് യാത്ര പോവുകയാണെങ്കിൽ ആ പെണ്ണ് ലാ തഖാഫു ഇല്ലല്ലാഹ്, അല്ലാത്ത ഒരാളെ പേടിക്കേണ്ടി വരൂല. കാരണം ജനങ്ങൾ മാന്യന്മാരായി മാറും. ദീനുണ്ടെങ്കിൽ മാന്യത പുലർത്തുക. അത് നമുക്കുണ്ടായാൽ, അത് ബാപ്പാക്കുണ്ടായ മക്കളെന്നാവും, ഉമ്മാക്കുണ്ടായ മക്കളെന്നാവും, ഉലമാ ഉമറായിനുണ്ടായ നാട്ടുകാരെന്നാവും. ഇതാ സ്വലഹ, അവർ സ്വമേധയാ നന്നായാൽ, അവർ നന്നാക്കിയാലല്ല. മനസ്സിലായില്ല? അവർ നന്നാക്കിയാലല്ല, അവര് നന്നായ നമ്മൾ സ്വമേധയാ നന്നായാൽ സ്വലഹന്നാസ് കുല്ലും, മനുഷ്യർ സ്വമേധയാ നന്നാവും. ഈ രണ്ടു കൂട്ടരും സ്വമേധയാ നാശമായാൽ ഫസദന്നാസ് കുല്ലും, പിന്നെ വാതിൽ കാര്യല്ല, മനുഷ്യർ ഓട്ടോമാറ്റിക്കലി നാശാവുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിന് മുന്നിലുള്ള രണ്ട് വിഭാഗം ആളുകൾ നല്ലവരാണോ? ജനങ്ങൾ സ്വാഭാവികമായി നന്നാവും. മോശമാണോ? സ്വാഭാവിക നാശാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇപ്പൊ 21ാം നൂറ്റാണ്ടിലാണെങ്കിൽ ഞങ്ങൾക്കൊരു അത്ഭുതം പറഞ്ഞുതരാം. അത്തിപ്പറ്റക്കാരൻ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ എന്നൊരാളുണ്ടായിരുന്നു. നാടൻ മൂല്യര്, ബിരുദധാരിയല്ല, ഫൈസിയല്ല, ബാക്കവിയല്ല, നാടൻ മൂല്യര്, മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന നാടൻ മൂല്യര്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? നിങ്ങൾ ഇവിടെ അല്ലേ? മനസ്സിലായില്ലേ? ഫൈസിയല്ല, ദാരിമ്യല്ല, ഒന്നല്ല. ചിന്തിക്ക്. എല്ലാ കൊല്ലം ഹജ്ജിന് പോകുന്ന ഹജ്ജാജികളെ കൂട്ടത്തിന് വലിയ മഹാന അതുമല്ല. 25 മഹല്ലിന്റെ പ്രസിഡന്റാണോ? അല്ല. അതുമല്ല. ദർസ് നടത്തിയിരുന്ന മുദരിസാന്നോ? അല്ല. ഒന്നല്ല, അതൊന്നല്ല. നേരത്തെ കാലത്തെ പോയത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്ത്? അദ്ദേഹത്തിന് നേരത്തെ കാലത്തെ അദ്ദേഹത്തിന് പോയത് കൊണ്ട് അല്ലൈനിൽ പള്ളിക്കൊരു പണി കിട്ടി. നേരത്തെ കാലത്ത് ഇപ്പൊ കിട്ടൂല, ഇപ്പോൾ കിട്ടൂല. ഇപ്പൊ ഒരു പള്ളിയിൽ ഗൾഫിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ അത്രയും വലിയ ഷഹാദത്തുൽ ഉലിയ വേണം. എന്തിന്? ഹിഫ്ളില്. അദ്ദേഹം ഹാഫിളും അല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നേരത്തെ കാലത്തെ അറബികൾ വലിയ വിളവൊന്നും പഠിക്കണതിന് മുമ്പ് പോയതുകൊണ്ട് പള്ളിക്ക് ഒരു ചെറിയ, നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? മനസ്സിലായോ പറഞ്ഞത്? അതുമല്ല. പക്ഷേ ആ മനുഷ്യനെ കൊണ്ട് 10,000-കണക്കിന് ആളുകൾ നന്നായി. എന്തുകൊണ്ട്? ആ മനുഷ്യൻ നല്ലവനാണ്, അപ്പൊ നാട്ടുകാരൊക്കെ നന്നായി. വയലുണ്ടോ? ഇല്ല, വയലുമില്ല. ഇനി വല്ലതും പറഞ്ഞ മനുഷ്യന്മാർക്ക് തിരിയോ? അതുമില്ല. സത്യല്ലേ? മൂപ്പര് വയറു പറഞ്ഞാൽ ആർക്കും തിരിയില്ല. എന്നാലും നമ്മളും ഇങ്ങനെ ഉണ്ടാവത്തില്ല, കാരണം മൂപ്പരല്ലേ പറയണത്. പക്ഷെ എന്തുണ്ടായി? നാട്ടിലത്തിന് നന്നായി. എത്ര മുജാഹിദ് സുന്നിയായി എനിക്കറിയാം, എത്ര ജമാഅത്തെ ഇസ്ലാമി സുന്നിയായി എനിക്കറിയാം.
എത്ര നിരീശ്വരവാദികൾ പടച്ചോനെ മനസ്സിലാക്കി എനിക്ക് നേരിട്ടറിയാം. എത്ര എന്നാ ബിരുദധാരിയല്ല, ഫത്വ കൊടുക്കാൻ എവിടുന്നെങ്കിലും ഷഹാദത്ത് കിട്ടിയ മുഫ്തിയല്ല, മുദരിസ് അല്ല. നാടൻ മൂല്യര്. പക്ഷേ ഇതാ ഉമറാക്കൾ ഉലമാക്കൾ നന്നായാല് അവരെ അടുത്തവരെ കേൾക്കുന്നവരൊക്കെ നന്നാവും. അവര് നാശമായാല് ജനങ്ങളോട് പിന്നെ നന്നായി എന്ന് വയറു പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഫസദന്നാസുകുല്ലുഹും ജനങ്ങളെല്ലാം നാശമാകും. എന്ന് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്ര തന്നെ കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമൊന്നും ഇതിലില്ല. ഒന്നും പറയേണ്ട ആവശ്യമല്ല, ഒന്നും പറയേണ്ടതില്ല. കസ്തൂരിക്ക് വയറു പറയേണ്ടതില്ല, അത്തറിന് വയറു പറയേണ്ടതില്ല, ഒന്നും ആവശ്യമല്ല. നല്ല മന്തിച്ചോറ്, നല്ല ഉഷാറുള്ള മന്തിച്ചോറ് വെച്ചിട്ട് നല്ല മന്തിച്ചോറ് ഇങ്ങനെ പ്ലേറ്റിൽ വരുന്നത് തിന്നോളൂ എന്ന് പറയേണ്ട ആവശ്യം ആർക്കില്ല. ചോറിനുണ്ടോ? ചോറ് വയററിയോ? ഇന്നെ തിന്നോളീൻ. ചോറ് അവിടെ ഇരുന്നാൽ തന്നെ തിന്നുവോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. ആരെങ്കിലും ഒന്ന് പറഞ്ഞ് എന്ത് അത് മോലേർക്കും മറ്റവർക്കും തങ്ങൾക്കും വിളമ്പി വെച്ച ചോറാണ് ഇജി തിന്നല്ല എമ്മോട്ടിയെന്ന് പറഞ്ഞാലും മോലിയർക്ക് നിങ്ങൾ വേറെ വിളമ്പിക്കോളി, ഞാൻ തിന്നാണെന്ന് പറഞ്ഞു. കാരണം വല്ലാതെ ആ വാസന കേട്ടിരിക്കാൻ എമ്മോട്ടി കഴിയൂല. അത് തിന്നണ്ടെന്ന് പറഞ്ഞാലും തിന്നു. നമ്മൾ നന്നായാൽ ഇസ്ലാമിൽ ഇനി ചേരണ്ടെന്ന് പറഞ്ഞാൽ ചേർന്നു. നമ്മൾ നന്നായാൽ, നമ്മൾ നാശമായ പിന്നെ ഈ വയലിന് യാതൊരു വിലയില്ല. അന്തരീക്ഷ മലിനീകരണം അല്ലാതെ ഒരു വിലയില്ല. 23 കൊല്ലത്തിനുള്ളിൽ വാൽക്കണ്ണിൽ നോക്കാത്ത മനുഷ്യന്റെ അനുയായികളാണ് നമ്മൾ. മുഹമ്മദ് യാ അല്ലാഹ്. എന്താ കേൾക്കണ്ടേ? അങ്ങനെ നോക്കിയിട്ടില്ല, അങ്ങനല്ല, അങ്ങനെ നോക്കിയിട്ടില്ല. എന്ത് പറഞ്ഞ് ഇങ്ങനെ നോക്കുള്ളൂ. യാ പഠിച്ചോനെ, ഇങ്ങനെ ഒരാളുണ്ടോ മുഹമ്മദ്? എന്തൊരു വർത്താനാണ്. എന്ത് പറഞ്ഞ് എങ്ങനെ നോക്കുള്ളൂ? അങ്ങനെ നോക്കുള്ളൂ, അങ്ങനെ നോക്കൂല, അങ്ങനെ നോക്കൂല. ഇതാ തവജ്ജഹ ബികുല്ലി വബിസദ്രിഹി. ഒരാളിലേക്ക് തിരിയണമെങ്കിൽ ഇങ്ങനെ നോക്കൂല, ഇങ്ങനെ നോക്കുള്ളൂ. നെഞ്ച് അയാളിലേക്ക് മുന്നടിക്കും മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനത്തെ മനുഷ്യനല്ലേ നമ്മളെ നേതാവ് മുഹമ്മദ്. പക്ഷേ ആ മനുഷ്യന്റെ അനുയായികൾ ലോകത്ത് വ്യാപിക്കുന്ന കാര്യം ഉറപ്പല്ലേ? എന്തൊരു മാന്യൻ മുഹമ്മദ്, എന്തു മാന്യൻ. ചിന്തിക്ക്. സ്വന്തം ഭാര്യയുടെ ഔറത്ത് കാണാത്ത ആൾ മുഹമ്മദ്. ഹലാലാണല്ലോ. സ്വന്തം ഭാര്യയുടെ ഔറത്ത് കാണാത്ത ആൾ മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ ആരാന്റെ പെണ്ണുങ്ങളെ ഔറത്ത് നോക്കോ? ആരാ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ആരാ ആയിഷ? ആ കാലഘട്ടത്തിൽ അതിസുന്ദരിയായ പെണ്ണ്. ആ പെണ്ണെന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ ഔറത്തിലേക്ക് നബി നോക്കിയിട്ടില്ല, നബിയുടെ ഔറത്ത് നോക്കാനുള്ള അവസരം എനിക്ക് തന്നിട്ടുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ സമുദായം നന്നാവുന്നുള്ള ഉറപ്പല്ലേ? മനസ്സിലായില്ല. സ്വന്തം ഭാര്യന്റെ ഔറത്ത് നോക്കിയിട്ടില്ല, പിന്നെ ആരാന്റെ നോക്കുവോ? നിങ്ങൾ എന്റെ കൂടെ അല്ലേ? നിങ്ങൾ ഇതൊന്ന് കേൾക്കി മനുഷ്യന്മാരെ, നിങ്ങളിത് കേൾക്കി. എവിടെ ഉണ്ട് മോലിയാരെ? ഹദീസ് ബുഖാരിയിലുണ്ട്, സഹീഹുൽ ബുഖാരി.
യാ സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? പറഞ്ഞു എന്തൊരു മാന്യൻ. അക്രമുന്നാസി മുഹമ്മദുൻ. ലോകം കണ്ട ഏറ്റവും വലിയ മാന്യനാണ് ആര്? മുഹമ്മദ്. അത് സത്യല്ലേ? ആ മനുഷ്യൻ പിന്നെ ആരാന്റെ പെണ്ണുങ്ങൾ നോക്കൂ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പിന്നെ ഈ ദീൻ വ്യാപിക്കൂലേ? കേട്ടവരൊക്കെ നന്നാവൂലേ? ഈ മനുഷ്യനെ മദീൻ എല്ലാരും പറയില്ലേ? എന്റെ ഔറത്തിലേക്ക് നബി നോക്കിയിട്ടില്ല. നബിയുടെ ഔറത്ത് കാണേണ്ട അവസരം എനിക്ക് തന്നിട്ടുമില്ല. ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ഭാര്യ എന്താ കേൾക്കേണ്ടത്? ഭാര്യ. ചിന്തിക്ക്. എന്തൊരു നല്ല മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ. 6 മാസം ഗുഹയിൽ പോയിരുന്ന് മുഹമ്മദ് മുസ്തഫ എപ്പോഴെങ്കിലും ഇറങ്ങി വരും, പിന്നെയും കയറും ഗുഹയിലേക്ക്. ഒരു ദിവസം സുബഹയോട് അടുക്കുന്ന നേരത്ത് ഇറങ്ങി വന്നു സയ്യിദുനാ ജിബ്രീൽ. എന്നിട്ട് മുസ്തഫ നബിക്ക് കാണിച്ചു കൊടുത്തു ഓടേണ്ടത്. എന്നിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന വചനങ്ങൾ കേൾപ്പിച്ചു സയ്യിദുനാ ജിബ്രീൽ. പിടിവിട്ടപ്പോൾ ഇറങ്ങി ഓടി ഗുഹയിൽ നിന്ന്. വെളുപ്പിന് ഖദീജ ബീവിയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഖദീജ, ഞാൻ അങ്ങനെ ഗുഹയിൽ സാധാരണ പോലെയായിരുന്നു. അപ്പോൾ ഒരാൾ വന്നു എന്നെ പേടിപ്പിച്ചു ഖദീജ എന്ന് ഖദീജ ബീവിയുടെ അടുത്ത് വന്ന് പറയാ പുണ്യ റസൂൽ മുസ്തഫ. അപ്പൊ തിരിച്ച് ഖദീജ ബീവി എന്താ പറയണത്? ഭാര്യ കടന്നുറങ്ങാതെ എവിടെയോ പോയി കടന്നിട്ടല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? നമ്മളെ പറയും മനുഷ്യന്മാരെ, നമ്മളെ പെണ്ണുങ്ങളോട് ഇത് വന്ന് പറഞ്ഞാൽ എന്താ പറയാ? നന്നായത്. ഞാനും തന്നെ കരുതിയിരുന്നു എവിടുന്നെങ്കിലും 4 അടിയിട്ടാൽ ഞങ്ങൾ പെരിയ പറക്കുള്ളൂ. നന്നായി, അൽഹംദുലില്ലാ. നിങ്ങളെ പേടിപ്പിച്ച ആളെ കിട്ടാൻ ഞാൻ കുറച്ച് ഇറച്ചിയും പൊറാട്ടയും വാങ്ങി കൊടുത്തിരുന്നു. നന്നായി, ഇനിയെങ്കിലും പെരിയ പുറത്തോളി. അങ്ങനല്ലേ പറയണ്ട്? പറയും മനുഷ്യന്മാരെ. എന്തേ പറഞ്ഞ്? വല്ലാഹി ലാ യഖ്സിക അല്ലാഹു അബദാ. നിങ്ങളെ പേടിപ്പിക്കേ ആരെങ്കിലും? നിങ്ങളെ ഒരാൾ പേടിപ്പിക്കാൻ അള്ള വിടണ്ടേ? നിങ്ങളാരാ? ഇന്നക്കൽ തത്തസിലോ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളല്ലേ? മറ്റുള്ളവരുടെ പ്രയാസം സ്വന്തം ചുമലിൽ ഏറ്റുന്ന ആളാ. ആണോ അല്ലേ? നാട്ടുകാർക്ക് തിരിയില്ല. ആർക്ക് തിരിയും? നാട്ടുകാർക്ക് പത്രത്തിൽ അച്ചടിച്ചിടുന്ന ഫോട്ടോയെ തിരിയുള്ളൂ. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നാട്ടുകാർ ഔലിയ എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ ഓള ഔലിയ എന്ന് പറഞ്ഞോളന്നില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്? ഞാൻ തെണ്ടി വന്നതാണോ? അല്ല, ഞാൻ തെണ്ടി വന്നല്ലോ. എന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തിനാ ഉണ്ടായിരിക്കണ്? ഞാൻ എന്നെ വിളിച്ചാ ഞാൻ എനിക്ക് തോന്നിയത് പറയുന്നുള്ള കാര്യം ഉറപ്പല്ലേ മനുഷ്യന്മാര്? അല്ല, നാട്ടുകാർക്ക് ഇങ്ങനെ പിറ്റേന്ന് രാവിലെ ഫോട്ടോ അങ്ങനെ വന്നു മാന്നറിയും. മൂപ്പര പെണ്ണുങ്ങൾക്കൊരു തലവേദന ഉണ്ടെങ്കിൽ മദ്രസയിലെ ഉസ്താദിന് വെള്ളം കൊടുത്തേക്കും, നിങ്ങളൊന്ന് ഊതി കൊടുത്തേക്ക് എന്ന് പറഞ്ഞേക്കാം. ഔലിയന്റെ പെണ്ണുങ്ങളും. എന്തുകൊണ്ട്? ഇയാളൊരു ചുക്കുമല്ല എന്ന് മൂപ്പത്തിരിക്ക് അറിയും. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? പറയും മനുഷ്യന്മാരെ. സ്വന്തം പെണ്ണുങ്ങൾ പറയണമെങ്കിൽ എന്താകണം? അത്രയും അല്ല. എന്ത് ആരെ പേടിപ്പിച്ചു എന്നാണ് വന്നപ്പോ എന്താ പറയാ? നിങ്ങൾക്കൊന്നും പറ്റൂല. നിങ്ങൾ ആരാ? ഇന്നക ലതസിലുർ റഹ്മ വതഅമിലുൽ കല്ല വതസ്ബിറു അലാ നവായിബിൽ ഹഖി വതുത്രിഖിൽ ലൈഫ. വിരുന്നുകാരെ ഊട്ടുന്നവരല്ലേ നിങ്ങള്? ഭാരമുള്ളവന്റെ ഭാരം ഇറക്കി കൊടുക്കുന്നവരല്ലേ നിങ്ങള്? പിണക്കുന്നവരല്ല, ഇണക്കുന്നവനല്ലേ നിങ്ങള്? നാട്ടിൽ ഫിത്ന തമ്മിൽ വെട്ടുന്നവരല്ല നിങ്ങള്. പിണങ്ങിയവരെ
പറ, ഇണക്കുന്നവരല്ലേ നിങ്ങള്? മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുമ്പോ തോളിലേറ്റുന്നവരല്ലേ നിങ്ങള്? ഹക്കിന് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഹക്ക് സ്ഥാപിക്കാൻ വേണ്ടി ഓടുന്നവരല്ലേ നിങ്ങള്? ആരോരുമില്ലാതെ നടക്കുന്ന വിരുന്നുകാർക്ക് സ്വന്തം ഭക്ഷണവും മാറ്റി ഊട്ടുന്നവരല്ലേ നിങ്ങള്? നിങ്ങൾക്ക് എന്ത് പറ്റാനാണ് എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. അല്ലാ, അന്നെ ഖദീജ ബി മുസ്ലിമായി. തിങ്കളാഴ്ച നബുവത്ത് കിട്ടി, തിങ്കളാഴ്ച മുസ്ലിമായി. ആര്? ഖദീജ ബീവി. തിങ്കളാഴ്ച മുസ്ലിമായി. ആദ്യം മുസ്ലിമായ ആൾ ഖദീജ ബീവിയാണ്, സ്വന്തം ഭാര്യ. ആരാകും ഇയാള്? അങ്ങനെയൊക്കെ വല്ല മലക്കും വന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വീകരിക്കണ്ടേനെ. പക്ഷെ നിങ്ങളാണ് എനിക്ക് വിശ്വാസമല്ല. അങ്ങനെയല്ല, മനസ്സിലായില്ല. ഇത് വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വീകരിച്ചിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും കൂടി ആലോചിക്കണം. നിങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെയല്ല, പെണ്ണുങ്ങൾ ശൈലിനനുസരിച്ച് പറയേണ്ടത് അങ്ങനെയാണ്. അങ്ങനെയാണ് അതിനെ പറയേണ്ടത്. പെണ്ണുങ്ങളെ ശൈലി അങ്ങനെയാണ്. കാരണം ആദമിന്റെ വളഞ്ഞ വാരിയിൽ നിന്ന് പഠിച്ചതാണ് എന്ത്? ആ പെണ്ണ് മത്താത്തൊക്കെ കസർത്തവും. എപ്പോൾ അതിനെ നിവർത്താൻ നോക്കിയാലും അത് പൊട്ടിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. വിട്ടാൽ അത് വളഞ്ഞു നടക്കുകയും ചെയ്യും, നിവർത്തിയാൽ പൊട്ടുകയും ചെയ്യും. അതാണ് എന്ത്? പെണ്ണ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതല്ലേ പെണ്ണ്? അതല്ലേ ഖദീജയും റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ. ഖദീജക്ക് അപ്പോഴത്തിന് 2 ഭർത്താക്കന്മാർ കെട്ടിയിട്ടുണ്ട്. 2 ഭർത്താക്കന്മാർ കെട്ടി മരിച്ചിട്ടുണ്ട്. ആർക്ക്? ഖദീജക്ക് 2 ഭർത്താക്കന്മാർ കെട്ടി മരിച്ചു. ഒരു ഭർത്താവിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായി, എന്നിട്ട് ആ ഭർത്താവ് മരിച്ചു. വേറെ കല്യാണം കഴിച്ചു, അതിന് 2 കുട്ടികളുണ്ടായി, എന്നിട്ട് ആ ഭർത്താവ് മരിച്ചു. എന്നിട്ട് കിട്ടിയതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവർ 2 ഭർത്താക്കന്മാരുടെ ജീവിതവും ശൈലിയും പഠിച്ച ആളല്ലേ ആര്? പറയാ, ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. എന്നിട്ട് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യാ. എന്തുകൊണ്ട്? അതിന് മാത്രമുണ്ട് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ദീന് ലോകത്ത് വ്യാപിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മൈക്കയുടെ ആവശ്യമില്ല. അതിന് മൈക്കയുടെ ആവശ്യമില്ല. ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ജനതയുണ്ടായിരുന്നു. ഏറ്റവും മോശപ്പെട്ടവര്, ഏറ്റവും മോശപ്പെട്ടവര്. ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവര്, ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവര്, ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവര്. അങ്ങനത്തെ നാട്ടുകാരുണ്ടായിരുന്നു. എന്നിട്ട് അവര് മനുഷ്യനെന്ന് കണ്ടു. അപ്പോൾ ഈ ദുനിയാവിൽ ഏറ്റവും നല്ലവരായി. വയറില്ല, മൈക്കല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടു. അതിന്റെ അപ്പുറം ഞാൻ പദമില്ല. പദം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നാൽ ഞാൻ അതാണ് കൂട്ടിത്തരാം. ഞാൻ അതിന്റെ അപ്പുറം പദം പറയാ, എനിക്കറിയില്ല. ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവര്. സ്വന്തം കുട്ടികളെ ജീവനോടെ കുഴിച്ചിടുന്ന ഒരാൾ ഈ ലോകത്ത് പരള്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ഒരാളുണ്ടോ? മനുഷ്യന്മാര് ഏത് കോളനി പാർക്കുന്നവനായാലും ഒന്ന് അധ്യാപകൻ കണ്ണുരുട്ടി നോക്കിയാൽ പോലെ സ്കൂളിൽ വന്നിട്ട് ഒന്ന് തല്ലുണ്ടാക്കൂലേ? പെൺകുട്ടിയാണോ നോക്കേണ്ടത്? ആൺകുട്ടിനേക്കാൾ നോക്കും, കെയർ ചെയ്യും. ആരെ? പറയ കുട്ടി. അല്ലേ, എന്റെ മകളെ നോക്ക നിങ്ങൾ ആരാണ്? അവിടെ അധ്യാപകനാന്ന് നോക്കൂല. സത്യല്ലേ? സ്വന്തം ചോരയിലുണ്ടായ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചിടുക. ആ ജനതയാണത്. ചിന്തിക്ക്. വ്യഭിചാരം ഒരു വിഷയമല്ലാത്ത ജനത. 10 ആള് ഒരേ സമയത്ത് ഒരു പെണ്ണിനെ പ്രാപിക്കും. ഒരു പെണ്ണിനെ, യൗവനയുക്തയായ പെണ്ണിന് മക്കാർ 10 ആണുങ്ങളെങ്കിലും ആളുകൾ ഉണ്ടാവും. ഇവൾ 10 ആൾക്കും ഊഴമനുസരിച്ച് വഴിപ്പെടും.
പിന്നെ അവൾ ഗർഭിണിയാവും. ഗർഭിണിയായിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ 2 വകുപ്പ്. ഒരു വകുപ്പ് ആരുടെ മുഖത്തോടാണോ ഷബീഹത്തും ബിൽ വജ്ഹി, മനസ്സിലായില്ല? ജനിച്ച കുട്ടി ഷബീഹും ബിൽ വജ്ഹി, മുഖരൂപത്തിൽ ആരാടാണോ സാദൃശ്യം അവനിലേക്ക് ചേർത്ത് പറയും. അല്ലെങ്കിലോ യഖ്റഉ ബൈനഹും 10 ആളെയും വിളിക്കും. പ്രസവം കഴിഞ്ഞാൽ പെണ്ണിന്റെ പെരക്കാര് പറയും, നമ്മളെ മകളെ പ്രസവിച്ച് അവളെടുത്തങ്ങൾ 10 ആൾ വരാറുണ്ടായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് കുട്ടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ? നറുക്കെഴുതി ഉണ്ടാക്കും, കുലുക്കും. എന്നിട്ട് പറയുമ്പോ കുറി നറുക്കെടുക്കും പോലെയാണ് ആളുകൾ വാപ്പാന് തീരുമാനിച്ചിരുന്ന. അങ്ങനത്തെ നാട് ഇന്ത്യയിൽ ഏതാ? ഇന്ത്യയിൽ അങ്ങനത്തെ നാട് ഇപ്പൊ ഏതാ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ വകുപ്പ്. ചിന്തിക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 2 വകുപ്പാ. 10 ആളില് മുഖത്തിന്റെ മുഖരൂപത്തിൽ ആരാണോ സദൃശ്യപ്പെട്ടത് അവനിലേക്ക് കുട്ടിയെ ചേർത്ത് പറയും. അമ്രു വന്നിരുന്നു, മറ്റേ സൈദ് വന്നിരുന്നു, മറ്റേ ഖാലിദ് വന്നിരുന്നു, അവൻ വന്നിരുന്നു, ഇവൻ വന്നിരുന്നു. കുട്ടിയുടെ മുഖം നോക്കും. ആരുടെ മുഖത്തോടാണോ കുട്ടി സദൃശ്യപ്പെട്ടത് എങ്കിൽ ഇത് ഖാലിദിന്റെ കുട്ടിയാണെന്ന് അറിയും, അല്ലത് സൈദിന്റെ കുട്ടിയാണെന്ന് അറിയും, അല്ലെങ്കിൽ ഇത് തമീം ഗോത്രക്കാരനായ ബക്കറിന്റെ കുട്ടിയാണെന്ന് അറിയും. ഇനി 3-മത്തെ കാര്യോ, 3-മത്തെ പ്രസവം കഴിഞ്ഞ 10 ആളെയും വിളിച്ചു വരുത്തിയത് നറുക്കിടും. നറുക്കിട്ടതിന് ശേഷം ആർക്കാണോ നറുക്ക് കിട്ടിയത് അവനിലേക്ക് കുട്ടിയെ ചേർത്ത് പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ ജനത, ആ ജനതയിൽ ജനിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടാണ് സ്വന്തം ഭാര്യയുടെ അവറത്ത് പോലും കാണാത്ത ആളായത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആ ജനതയെ മര്യാദ പഠിപ്പിക്കല്ല, ആ ജനത ഒക്കെ നന്നായി. ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ജനതയാണ് മക്കക്കാര്. പിന്നെ അവർ ഈ ലോകത്തെ ഏറ്റവും പറയും അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരിൽ ഒരാളെ പിൻപറ്റിയാൽ പോലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിനിടയിൽ അവിടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടില്ല. ഒന്നുമില്ല. അവര് ഖുർആൻ പഠിച്ച് നന്നായവരാണോ? അല്ല. ഖുർആൻ പഠിച്ച നന്നായവരാണോ? അല്ല. സ്വഹാബികളിൽ 99.3% ആളുകളും ഖുർആൻ പഠിച്ച് നന്നായവരല്ല, നന്നായിട്ട് ഖുർആൻ പഠിച്ചവരാണ്. ഒന്നും കൂടി പറയാം. ഇപ്പൊ കുറച്ച് വിഡ്ഢികൾക്ക് പരിപാടി ഉണ്ട്. എന്ത് ഖുർആൻ പഠിച്ച നന്നായി, ഖുർആൻ പഠിച്ചിട്ട് മര്യാദ നന്നായിട്ടില്ല. നല്ലൊരു ഖുർആൻ പഠിക്കൂ, നല്ലവരല്ലാത്തവരും ഖുർആൻ പഠിക്കൂ. നല്ലൊരു നന്നാവും, മോശപ്പെട്ടവര് മോശമാവും. അള്ളാഹു കാക്കട്ടെ. ഖുർആനെ പറ്റി എന്തേ പറഞ്ഞത്? നാശാക്കും നന്നാക്കും എന്നാ പറഞ്ഞത്. നന്നാക്കും നാശാക്കും എന്നല്ല. നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ. വയറിൽ പൗതിയായപ്പോഴത്തിന് ഞങ്ങൾ ഇങ്ങനെ തെറ്റിയാല് നമ്മൾ നല്ലൊരു സ്വത്തിലാവൂലല്ലോ പിരിയ. നിങ്ങൾ കുറച്ചു നേരം കൂടി ഇന്നെ സഹിക്കി. എന്തേ പറഞ്ഞത്? ഖുർആൻ നന്നാക്കും നാശാക്കും എന്നല്ല പറഞ്ഞേ. പിന്നെ നാശാക്കും നന്നാക്കും. യുളില്ലു ബിഹി കതീറൻ വയഹ്ദി ബിഹി കതീറാ. പലരും ഇതുകൊണ്ട് നശിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഇന്ത്യക്ക് നല്ലൊരു ഖുർആൻ പഠിക്കും. നല്ലൊരു സിദ്ദീഖുൽ അക്ബർ ഖുർആൻ ഓതി നന്നായതല്ല, നന്നായിട്ട് ഖുർആൻ ഓതിയതാണ്. ഖദീജ ബീവി ഖുർആൻ എന്തേ ഞങ്ങൾക്ക് ജിബ്രീൽ പറഞ്ഞെന്ന്? ഈ 5 വാക്ക് വൈകുന്നേരം കാണാം, ഞാനതൊന്ന് നോക്കട്ടെ. മനസ്സിലായില്ല? 5 വായത്തൊന്ന് കേട്ട്
തിരക്കണില്ലല്ലോ. ഞാനത് വൈകുന്നേരം കാണാൻ നമുക്ക്, ഞാൻ അതിനെ പറ്റി ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് വിശ്വസിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ നോക്കട്ടെ. 5 ആയത്ത് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് മുസ്ലിമായ ആളാണോ ഖദീജ? എന്താണ് മനുഷ്യന്മാരെ നിങ്ങളെ തീരുമാനം പറയേ? എന്താ മനുഷ്യന്മാരെ വിചാരിച്ച്? ഇപ്പൊ കുറച്ചാൾ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളൊക്കെ ഇതുകൊണ്ട് നന്നാക്കാം, ഇതുകൊണ്ട് നന്നാവൂല, നന്നായിട്ട് ഇത് കൊടുക്കാൻ വേണ്ടത്, നന്നായിട്ട് ഇത് കൊടുക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എങ്ങനെ നന്നാവുക? നന്നാവണമെങ്കിൽ മുന്നിലുള്ളവർ നന്നാവണം. മുന്നിലുള്ളവർ നന്നായാൽ ബാക്കിലുള്ളവർ നന്നാവും. മുന്നിലുള്ളവർക്ക് റുക്കോയും സുജൂദൊക്കെ കൃത്യമായി അറിയും. അവർക്കാകട്ടെ നിസ്കാരത്തിനിടയിൽ ഭ്രാന്താകണ സ്വക്കടമില്ല എങ്കിൽ ബാക്കിയുള്ളവരെ നിസ്കാരം ശരിയാവും. നിങ്ങൾ ഇവിടെ അല്ലല്ലോ പഠിച്ചോനെ. മുന്നിലുള്ളവർക്ക് 2 റക്അത്ത് കഴിഞ്ഞപ്പോഴത്തിന് ഓർക്ക് നിന്ന് ചാടാൻ തുടങ്ങിയവർക്ക് ഭ്രാന്ത് ഇളകുന്ന സ്വക്കടുണ്ടായി നോക്കൂ. എങ്കിൽ 3-ാം സ്വപ്പിലുള്ളവരും സ്വയം ചാടും. എന്തുകൊണ്ട്? ഒരു വിചാരിക്കും ഇത് നിസ്കാരത്തിൽപ്പെട്ടതാണ്. മുമ്പ് സൽക്കാരത്തിന് മൊല്ലാക്കാന്റെ ഒപ്പം പോയിട്ട് ഒരു കഥ ഉണ്ട്. ഒപ്പം പോയ ആർക്കും എന്താ അറിയില്ല, നിസ്കാരം അറിയില്ല. അപ്പൊ മൊല്ലാക്കാരോട് പറഞ്ഞു, മൊല്ലാക്ക ഞങ്ങൾ നിസ്കാരം അറിയില്ല. അപ്പൊ എന്ത് ചെയ്ത്? മൊല്ലാക്ക പറഞ്ഞ് ഞാൻ കാട്ടുപോലെ നിങ്ങളാണ്ട് കാട്ടിയാ മതിയാണ്. ഒരു കഥയാണ്, ഫലിതാണ്, ഏത് കിതാബിലാണെന്ന് എന്നോട് ചോദിക്കരുത്, പക്ഷെ പാടുണ്ട്. മൊല്ലാക്ക കുറച്ച് നീളമുള്ള മനുഷ്യനായിരുന്നു. അത്തേ പള്ളി കയറിയപ്പോൾ എന്തായി? വാതിലിന്റെ ചീപ്പ് മൊല്ലാക്കാന്റെ നെറ്റിമ തട്ടി. അപ്പോൾ ബാക്കിയുള്ളവർ വിചാരിച്ച് ഇതിൽ 1-ാമത്തെ പരിപാടി പറയടാ. വാതിലിന്റെ ചീപ്പുമ്മൽ നെറ്റി തട്ടിക്കലാണ് ഇതിലെ 1-ാമത്തെ അമൽ എന്ന് അവർ മനസ്സിലാക്കി. ചിലർ കുള്ളന്മാരുണ്ടായിരുന്നു, ഒരു ചാടി. മനസ്സിലായോ പറഞ്ഞത്? എന്തിനാ കൂടുതൽ വർത്താനം പറയണത്? മുന്നിലെ സഫേർക്ക് ഭ്രാന്തായാൽ ബാക്കിലെ സഫേർക്ക് ഭ്രാന്താവും. മുന്നിലെ സഫേർക്ക് നിസ്കാരം സ്വയാണെങ്കിൽ ബാക്കിലെ സഫരും നിസ്കാരം സ്വയായിരിക്കും. വാപ്പാന്റെ തലമുറ നന്നായാൽ മക്കളുടെ തലമുറ നന്നാവും. എന്തിനാ കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യം? എന്തിനാ വർത്താനം? എന്തിനാ കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യം? ഈ മൈക്ക് ഇതൊക്കെ തുടങ്ങിയത് ഇപ്പോഴല്ലേ? എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നോട്ടീസിൽ NB ഉച്ചഭാഷിണിയും ഉണ്ടായിരിക്കുന്നതാണ്. ആ നോട്ടീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഞാൻ ഇന്ന ഉസ്താദ് വയറു പറയും, എന്നിട്ട് NB അതിന്റെ അടിയിൽ NB ഉച്ചഭാഷിണിയും ഉണ്ടായിരിക്കുന്നതാണ്. വയറിന്റെ നോട്ടീസിന്റെ അടിയിൽ NB ഉച്ചഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഈ നോട്ടീസ് കണ്ടിട്ട് കുറച്ചാളുകൾ ഉച്ചക്കൻ അവിടെ പോയി കൂടി. ഒരു വിചാരിച്ച് ഉച്ചഭക്ഷണം അവിടുന്ന് കിട്ടുന്ന. ഇതൊക്കെ നിങ്ങൾ എന്താ കുട്ടികളെ ഇത് പറയണത്? ഞാനിത് കണ്ടാളാണ്. ഞാൻ ഈ ഇതൊക്കെ കണ്ടാളാ. ഞാന് ഈ നോട്ടീസ് വായിച്ചാളാ. പഴയ ബാപ്പാടെ അലമാരയിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ നോട്ടീസ്. പഴയ നോട്ടീസ് ബാപ്പാന്റെ അലമാരിലൊക്കെ ഇപ്പോഴും കാണാം. ഇപ്പോഴും ഉണ്ട് പഴയ അലമാര നോട്ടീസുകളിൽ കാണാം. നമ്മളൊക്കെ തന്നെ പള്ളികളിലൊക്കെ 10, 40, 50 മുമ്പുള്ള റെക്കോർഡുകളോ മറ്റൊക്കെ പരിശോധിക്കുമ്പോൾ അത്തരം നോട്ടീസുകൾ കിട്ടും. നല്ല കിതാബിന് അടയാളം വെക്കണം, അതിനൊക്കെ ഒന്ന് തുറന്നു നോക്കിക്കൊണ്ട് അതിലൊക്കെ ഉണ്ടാവും NB ഉച്ചഭാഷണയും ഉണ്ടായിരിക്കുന്ന. ഇതൊക്കെ എപ്പോഴല്ലേ തുടങ്ങിയത്? ചിന്തിച്ചോക്ക്. ഞാൻ എന്താ തന്നെ നമ്മൾ നന്നാകല്ലാത്ത ഒരു വഴിയില്ല. നന്നാവണം, ആ കുട്ടികൾ നന്നാവും. നമ്മൾ നന്നായ കുട്ടികൾ നന്നാവും. നമ്മൾ മോശമായ കുട്ടികൾ അങ്ങനെ മോശമാവും. പിന്നെ കുട്ടികൾ നന്നാണെന്ന് നമ്മൾ വിചാരിച്ചത് കാര്യമല്ല. മൊല്ലാക്കാക്ക് നൂന് എന്ന് പറയാൻ അറിയില്ല. മൊല്ലാക്ക എങ്ങനെ പറഞ്ഞാലും നൂണ് എന്നേ ആവുള്ളൂ. അപ്പൊ മൊല്ലാക്ക കുട്ടികളോട് പറഞ്ഞ നൂന് കളിപ്പിച്ച കുട്ടികൾ പിന്നെയും പറയും നൂണ്. മൊല്ലാക്കാക്ക് നൂന് കിട്ടൂല.
മൊല്ലാക്ക എങ്ങനെ പറഞ്ഞാലും നൂണേ ആകുള്ളൂ. അങ്ങനെ ഫലിതുണ്ട്. അപ്പൊ നൂനേ നൂണേ എന്നറിയും മൊല്ലാക്ക. അപ്പൊ കുട്ടികൾ പറയും നൂണേ. അപ്പൊ മൊല്ലാക്ക അറിയും അങ്ങനെ പറയല്ല, ഞാൻ നൂണെന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണെന്ന് പറയണം, എനിക്ക് നൂണ് പറയാൻ കഴിയാത്തോണ്ടാണ് എന്നറിയും. അങ്ങനെ ചിന്തിക്ക്. കുട്ടികൾ പിന്നെയും പറയും ഞാൻ നൂണെന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് തന്നെ പറയണം, എനിക്ക് നൂണെന്ന് അറിയാൻ കഴിയാത്തോണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾ പറയും നൂണ്. കാരണം കുട്ടികൾ കാലം വരെ നൂന് കേട്ടിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ എങ്ങനെ ഒരു നൂന് എന്ന് പറയാം? ഓരെങ്ങനെ പറഞ്ഞാലും നൂണേ ആവുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതന്നെ. ബാപ്പ നന്നായിട്ടില്ലെങ്കിൽ മക്കൾ നന്നാവൂല, ഉമ്മ നന്നായിട്ടില്ലെങ്കിൽ മക്കൾ നന്നാവൂല. വെറുതെ നൂണ് നൂണ് എന്ന് തല്ലണ്ട. ദുനിയാവിൽ അടി കിട്ടാഞ്ഞിട്ടൊരു കുട്ടികൾ നാശാകുകയാണെങ്കിൽ നാശാകേണ്ടത് ഹസനും ഹുസൈനുമാണ്. തല്ലിട്ടിട്ടില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? തല്ല് കൊടുക്കാതെ വളർത്തിയിട്ട് നാശാവുന്നല്ലേ പറയണത്? തല്ല് കിട്ടാതെ നാശാവുകയാണെങ്കിൽ നാശാവേണ്ടത് ഹസൻ ഹുസൈന്. വാത്സല്യാതല്ലാതെ കുട്ടിയൊക്കെ അറിയില്ല. മുത്തുനബി ഇബ്നായ നിന്റെ മക്കൾ എന്നാ പറയാ. റസൂലുള്ളാഹിക്ക് ഒരു പേരുണ്ട് അബുൽ ഹസന്. റസൂലുള്ളാഹിയും പറയും എന്ത്? അബുൽ ഹസന്, അബുൽ ഹുസൈൻ എന്ന് പറയും. ഹുസൈൻ നബിയോട് സംസാരിക്കാന്ന് പറയും അബുൽ ഹസനെ എന്ന് സംസാരിക്കും. മനസ്സിലാക്കുക? ഹുസൈൻ നബിയോട് സംബോധന ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ അബുൽ ഹസൻ എന്നറിയും. ഹസൻ നബിയോട് സംസാരിക്കുകയാണെങ്കിൽ അബുൽ ഹുസൈൻ എന്ന് പറയും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല? ഈ രണ്ടു പേരും റസൂലുള്ളാഹിക്ക് ഉണ്ട്. അബുൽ ഹസൻ എന്ന് പറയും, അബുൽ ഹുസൈൻ എന്ന് പറയും. രണ്ടു കുട്ടികളെയും ബാപ്പ ഞാനാണ് റസൂലുള്ളാഹി പറയും. അത് ഇബ്നായ എന്റെ മക്കളാണ്. എവിടെ എന്റെ മക്കൾ? എന്റെ മക്കൾ എന്നറിയാം. മോളെ മക്കളാണ്. പക്ഷെ നബി എന്താ പറയാ? എന്റെ മക്കള്. എന്റെ ആളേനും ആ മക്കൾ തന്നെയല്ലേ ഖിയാമത്ത് നാൾ വരെ ദുനിയാവിലെ മക്കള്. അവരെ മക്കൾ ആ മഹത്വത്തിലല്ലേ ദുനിയാവ് നടന്നു പോണെന്ന് അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. അപ്പൊ റസൂലുള്ളാഹി ലാളിക്കും. എങ്ങനത്തെ ലാളന? ഖുത്ബ ഓതുന്നതിന് ഇടയിൽ ഹസൻ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ ഖുത്ബ നിർത്തിയിട്ട് ഹസനെ ലാളിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. സുന്നത്ത് നിസ്കാരത്തിൽ ഹസനെ തോളിലേറ്റിയിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹുസൈനെ മറ്റേ തോളിലും ഹസനെ വേറെ തോളിലും. ഹസന്റെയും ഹുസൈന്റെയും കരച്ചിൽ കേട്ടപ്പോൾ നിസ്കാരത്തെ ലഘൂകരിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. അതൊന്നും റസൂലുള്ളാഹിക്ക് കേൾക്കാൻ കഴിയൂല. അത്രയും വാത്സല്യമുള്ളായിരുന്നു കുട്ടികളോട്. നാട്ടുകാർ മുഴുവനും ലാളിക്കും. കാരണം ആരെ കുട്ടികളത്? ഫാത്തിമ ബിവിയുടെ, അതായത് ആരെ? അലിയാരെ, അതായത് ആരെ? ആരെ? മുസ്തഫ നബിയുടെ. അപ്പൊ കണ്ടോരൊക്കെ ലാളിക്കും. ആരെ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. കണ്ടോരൊക്കെ ലാളിക്കും. ലാളിച്ചിട്ട് കുട്ടികൾ നാശാവാണെങ്കിൽ ആര് നാശാവണം? ഹസനും ഹുസൈനും. ഈ കുട്ടികൾ ആരാ? സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കള് ഹസനും ഹുസൈനുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവര് നാശാവില്ല. എന്തുകൊണ്ട് നാശാകൽ അവര് കണ്ടിട്ടില്ല? നാശാകല് കാണണ്ടേ? അവർക്കത് അറിയില്ല. വാപ്പയിനെ കണ്ടിട്ടില്ല, ഉമ്മയിനെ കണ്ടിട്ടില്ല, വല്യാപ്പയിനെ കണ്ടിട്ടില്ല, നാട്ടിൽ കണ്ടിട്ടില്ല. അവര് ജീവിതത്തിൽ കണ്ടത് എന്ത് മാത്രം? നല്ലത്. അപ്പൊ അവര് നന്നാവുമല്ലോ. മനസ്സിലാവണില്ലേ? അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മളെ അടുത്ത തലമുറക്ക് നമ്മൾ നന്മ കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ നന്നാവൂല. അതിനിപ്പോ എങ്ങനെ കാണിച്ചു കൊടുക്കുക? എല്ലാരെ കയ്യിലും വലിയ വലിയ പാളന്റെ അത്രയുള്ള മൊബൈലാ. ഇതന്നെ പണി. സത്യല്ലേ? ഇതല്ലാത്തൊരു പണിയില്ല. തന്നെ പഴയ കാലത്ത് വല്യമ്മ വെറ്റിലൊക്കെ 100 ഏക്കലുണ്ടായിന്. അങ്ങനെ
ഇത് മാന്ത് തന്നെ. ബാങ്ക് കൊടുക്കുകയാണെങ്കിലും മാന്തുക ഒക്കെ. പള്ളിയൊക്കെ പോകുകയാണെങ്കിൽ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ അവിടെ നിന്ന് ഇരുന്നിട്ട് ഇഖാമത്ത് കൊടുക്കണവരെ മാന്തും. ഭർത്താനൊന്നും പറയില്ല, എന്നാലും ഇതിൽ കൂടി മാന്തും. ഇഖാമത്തിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ മാന്തും. ഇന്ന് പിന്നെ എൻ്റെ ഉള്ളിൽ കയറിക്കൊള്ളും. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെയും മാന്തും. നമ്മളെ നിലമ്പൂരായിരുന്നു മലപ്പുറം ജില്ലയിൽ ഏറ്റവും സിനിമ ഉണ്ടായിരുന്ന അങ്ങാടി പൂട്ടി. 90% സിനിമകൾ പൂട്ടി. നിലമ്പൂർക്കാരെ റളിയല്ലാഹു അൻഹു എന്ന് അറിയണ്ട, നമ്മളെ മനസ്സിലായില്ല. മലപ്പുറം ജില്ലയിൽ ഏറ്റവും സിനിമകൾ ഉണ്ടായ നാട് നിലമ്പൂരാ. 99% സിനിമകൾ പൂട്ടി. എന്ത്? കയറാൻ ഒരാളെ കിട്ടാല്ല. അതിൻ്റെ ഉള്ളിൽ കയറാൻ ആളെ കിട്ടണ്ടേ? കാരണം എല്ലാവർക്കും ഇതാ പണി. അതിനേക്കാൾ ചൊറുക്കുള്ള ഇതിൽ കാണുമ്പോ അതിൽ ആരാ പൈസ കൊടുത്ത് കയറുക? അതിലെന്താണത്? അതിൽ മലയാളത്തിലെ ഔറത്ത് കാണുമ്പോ പിന്നെ ഇംഗ്ലീഷിലെ ഔറത്ത് കാണാൻ കഴിയൂല. ഇതിൽ ഒരേ സമയത്ത് മലയാളത്തിലെ ഔറത്ത് കാണണം പൂജനിക്ക് അത് കാണാം, ഇംഗ്ലീഷിലെ ഔറത്ത് വേറെ കാണാം, ഡച്ചിയൻ ഔറത്ത് കാണാം, ഫ്രഞ്ചിൻ ഔറത്ത് കാണാം. പറയും മനുഷ്യന്മാരെ, കാണങ്ങൾക്കൊക്കെ ഒന്നും മടിയില്ല, പറയണം നീ മടി. ഇതല്ലേ ദുനിയാവിലെ എല്ലാ മനുഷ്യന്മാരെ വിദ്യകളല്ലാതെ സിനിമ കോപ്പത്തെ കാലത്ത് സിനിമ എന്താണ്? അവര് തീരുമാനിച്ചത് ബാക്കിയുള്ളവർ കണ്ടിരിക്കണ്ടേ? ഇതിപ്പോ നമുക്ക് തോന്നിയതൊക്കെ കാണാനുള്ള സൗകര്യം നമ്മളെ കയ്യിൻ്റെ ഉള്ളിലും ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ ട്രൗസറിനെ പോക്കറ്റ് ഇട്ടിട്ട് അല്ലാഹു അക്ബർ. ആ ജനത എങ്ങനെ നന്നാവാന്? ആ ജനത എങ്ങനെ നന്നാവും? ചിന്തിക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കുട്ടികൾ നന്നാവാൻ വേണ്ടി നമ്മൾ അൽബിർ തുടങ്ങി, നല്ലത്. പക്ഷേ അതൊരു മാധ്യമമാണ്. ബാപ്പയും എന്നും അത് കണ്ടിട്ടില്ലെങ്കിൽ ആ കുട്ടികൾ നന്നാവൂല. നിങ്ങൾ വിചാരിക്കണ്ട. 5-ാം വയസ്സിലാക്കലായിരുന്നു പഴയ കാലത്ത്. ഇപ്പൊ ഒന്നുകൂടി നേരത്തെ നന്നാകാൻ വേണ്ടി ആക്കി. ഇനിയിപ്പോ പുതിയൊരു ശാസ്ത്രം കണ്ടുപിടിക്കും. എന്റെ പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇനി അൽബിറിന് ശേഷം ഒരു 5 കൊല്ലത്തിനുള്ളിൽ അൽ ഖൈർ വരും. എല്ലാവരും പറയും ഖൈറല്ലേ, നല്ലതല്ലേ. എന്ത്? പ്രസവം കഴിഞ്ഞാൽ അന്ന് തന്നെ തുടങ്ങും എത്തും വായനി. അങ്ങനെ ഇരിക്കും. എന്നിട്ട് കുട്ടികൾ നന്നാവോ? കുട്ടികൾ നന്നാവില്ല. പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ അതും പഴഞ്ചനാവും. പിന്നെന്താവും? പിന്നെ ഒരു പരിപാടി, പുതിയ ശാസ്ത്രം കണ്ടുപിടിക്കുമ്പോ എന്ത്? ഗർഭസ്ഥ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം. എന്ത്? 4-ാം മാസം കഴിഞ്ഞാൽ ആർക്കും ചേർക്കാവുന്നതാണ്. അതായത് ഗർഭിണികളെ സസിലിരുത്തുക, എന്നിട്ട് അദബുൻ അഖിലുൻ ഇതൊക്കെ അത് പഠിപ്പിക്കുക. അപ്പൊ ഗർഭസ്ഥ ശിശുക്കള് കേൾക്കുക. അപ്പൊ ഏകദേശം ഒക്കെ ഒരു ഹാഫ് വേവിലാണ് ഇറങ്ങുക. പിന്നെ ചെറിയൊരു ദമ്മടന്റെ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വരും, ഇതൊക്കെ വരും. നരച്ച് 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 കുമ്പളങ്ങായോൽ മുത്തുനബിന്റെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം കൂടെ നന്നായി പോയി. നമ്മൾ പറയും ഒക്കെ തന്താരായി, ഇനി നന്നാവില്ല. ഇവിടെ വന്ന 90% തന്താഴി ഒക്കെ നന്നായി. എന്ത്? അവരുടെ ഒരു ഉദാഹരണം ഉണ്ട്, മുഹമ്മദ്. നമ്മൾ സാധാരണ പറയും എന്ത്? തയ്യാവുമ്പോ തന്നെ നിവർത്തണം. മരായ പിന്നെ നിവർത്താൻ കഴിയൂല. മരത്തിനെ നിവർത്തിയാളാ മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ ഉസ്താദ്മാരെ? വന്നവരെ 90% തന്താരല്ലേ മുസ്തഫ റസൂലാണ്. അബൂ ഖുഹാഫയൊക്കെ വന്നപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? കഅന്നഹു സൽജുൻ അലാ റഅസിഹി, ഇങ്ങനെയാണ്. തലയിൽ സെൽജിട്ട മാതിരി ഉണ്ട്. സെൽജി പറഞ്ഞാല് ഐസ്. തലയിൽ ഐസ് ഇട്ട മാതിരി ഉണ്ട്. ആര്? അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. ഐസ് ഇട്ട മാതിരി ഉണ്ട് പറഞ്ഞാല് തലയിൽ ഐസ് ഇട്ട പോലെ ഉണ്ട് പറഞ്ഞാൽ നിരക്കെന്ന് പറഞ്ഞാൽ നേരെ ഒന്നുകൂടി നരച്ചു. നേരെയുണ്ട് പല സൈസ്. നരച്ചി കൂടെ ഒന്നുകൂടിയാ നരച്ച്. പിന്നെ വെള്ള കളറുണ്ടായി തല.
റസൂലുള്ളാഹിയുടെ മുന്നിൽ അബൂ ഖുഫാഫയെ ഇരുത്തിയപ്പോൾ ഹബീബായ നബി പറഞ്ഞു വയ്യിറൂ റഅസഹു ബിൽ ഹിന്ന. അതാണ് മൈലാഞ്ചി സുന്നത്താൻ കാരണം. ഇതാ നരച്ചല്ലോ, വല്ലാതെ നരച്ചല്ലോ. വയ്യിറൂ റഅസഹു ബിൽ ഹിന്ന. അബൂ ഖുഹാഫയുടെ തല മൈലാഞ്ചി കൊണ്ടൊന്ന് കളർ മാറ്റി മനുഷ്യന്മാരെ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഞങ്ങൾ നിലമ്പൂർക്കാരാ. നിലമ്പൂരിലെ പ്രധാനപ്പെട്ട വരുമാനം റബ്ബറാ. റബ്ബർ ഇങ്ങനെ കോൽത്തൈ ഇങ്ങനെ പോന്തി വരുമ്പോ തന്നെ വടി വെച്ച് കിട്ടും. കാരണം എന്തുകൊണ്ട്? ഇങ്ങനെ ചാഞ്ഞാൽ സ്പേസ് കൂടുതൽ എടുക്കും. അപ്പൊ 8 അടി അപ്പുറത്ത് റബ്ബർ വേണം. ഇങ്ങനെ ചെരിഞ്ഞ പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കോലാവുമ്പോൾ തന്നെ റബ്ബർ ഇങ്ങനെ കിളിർത്ത് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? വടി വെച്ച് കിട്ടും. നേരെ പോകാൻ വളഞ്ഞു അങ്ങനെ പിന്നെ കെട്ടാൻ പറ്റൂല. മരാഴ്ച പിന്നെ കിട്ടിയത് കാര്യമല്ല. മരത്തിനെ കെട്ടാതെ നന്നാക്കി മുഹമ്മദ് മുസ്തഫ. 60ഉം 80ഉം കഴിഞ്ഞ ആളുകൾ റസൂലുള്ളാഹിനെ കണ്ടിട്ട് നന്നായി. നമ്മളെ ഇന്നത്തെ ശാസ്ത്രത്തിൽ വരെ നമ്മളെന്താ പറയുന്നത്? കുട്ടികളാകുമ്പോ നന്നാക്കണം, വലുതായ പിന്നെ നന്നാക്കൽ നടക്കൂല. വലുതായിട്ട് നന്നാക്കി മുഹമ്മദ് മുസ്തഫ. എന്റെ ആ മനുഷ്യൻ ലോകം കണ്ട നല്ലോനാണ്. പിന്നെ ബാക്കിയുള്ളവർ നന്നാകാതിരിക്കോ? റസൂലുള്ളാഹിയോട് കാണുമ്പോഴത്തിന് ദേശീയ അബൂജഹൽ അയാൾ നന്നായില്ല. എന്നാൽ അയാളെ മകൻ ഇക്രിമ കുറച്ചു കാലമൊക്കെ നടിച്ചു നടന്നു. പിന്നെ അയാളോട് വന്നു. പിന്നെ ദുനിയാവിലെ ഏറ്റവും വലിയ സാലിഹായി ആര്? ഇക്രിമ റളിയല്ലാഹു അൻഹു. പറ, ഒന്ന് പറ. സയ്യിദുനാ ഇക്രിമ ആരുടെ മകൻ? അബൂജഹലിന്റെ മകൻ സയ്യിദുനാ ഇക്രിമ. ചിന്തിക്ക്. എന്തേ നിങ്ങൾ ചിന്തിക്ക്. അനങ്ങും സദോ നേരവും. ഒന്നിരിക്കൽ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദിക്റില്ല. അല്ലാത്ത പണി ഉണ്ടാവില്ല. ആർക്ക്? ഇക്രിമക്ക്. യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യായിരിക്കും. അപ്പോഴും ഖുർആനോടും. ആര്? ഇക്രിമ റളിയല്ലാഹു അൻഹു. ഒന്ന് റളിയല്ലാഹു അൻഹു പറ. മനസ്സിലായി? യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന നേരത്തും എന്തായിരിക്കും? അങ്ങനെ കാര്യം യുദ്ധം ചെയ്യും. ഖുർആനോടും കാര്യം യുദ്ധം ചെയ്യും. ആര്? ഇക്രിമ. ആരെ മകൻ? അബൂജഹലിന്റെ മകൻ. ഇനി എന്താ കേൾക്കേണ്ടത്? ലോകം കണ്ട തമ്മാടി എന്ന് ഖുർആൻ പറഞ്ഞ ആളല്ലേ വലീദ്. ലോകം കമ്മാടി തമ്മാടി. ആ വലീദിന്റെ മകനല്ലേ ആര്? ഖാലിദ്. ഒന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ മനുഷ്യന്മാർ നിങ്ങളെന്താ വിചാരിച്ച്? ഖാലിദിന്റെ പേര് കേട്ടിട്ട് മിണ്ടായിരിക്കേ? മുസ്ലിം ലോകം 4 ഖലീഫമാർ കഴിഞ്ഞാൽ കടപ്പെട്ട ആളാണ് ഖാലിദ്. ഈ ലോകത്തെ ഇസ്ലാം ഇങ്ങനെ വളരാൻ കാരണക്കാരനാണ് ആര്? ഖാലിദ്. തന്റെ വലിച്ചിട്ടില്ലേ ബദറില്? തന്തനെ പോട്ടക്കണത്തിലേക്ക്. തന്തന്റെ എത്ര ശല്യം ഉണ്ടോ? ആരെങ്കിലും? ആരുടെ മകനാണിത്? വലീദിന്റെ. വലീദിനെയല്ലേ ഖുർആൻ പറഞ്ഞത്? ദർനി വമൻ ഖലഖ്തു വഹീദാ വജഅൽതു ലഹു മാലൻ മംദൂദാ വബനീന ശുഹൂദാ വമഖത്തു ലഹു തംഹീദാ. അല്ലാഹു ഏകനാന്ന് പറഞ്ഞപ്പോൾ വലീദ് പറഞ്ഞു ഞാനും ഏകനാണ്. എന്റെ പഠിച്ചോ മാത്രമല്ല മുഹമ്മദ്, ഞാനും ഏകനാണ്. ഇന്നെപ്പോലത്തെ ഒരു പൈസക്കാരൻ മക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഏകനാണ്. പിന്നെ എന്റെ ബാപ്പ മുഹീനക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, അപ്പോഴും ഞാൻ ഏകനാണ്. എന്റെ പഠിച്ചോ 1 വട്ടം ഏകനാണെങ്കിൽ ഞാൻ 2 വട്ടം ഏകനാണ്. അതാണ് ആര് പറഞ്ഞത്? എന്താ പറഞ്ഞ ആര് പറഞ്ഞത്? വലീദ്. ആ വലീദിന്റെ മകനല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്? ആര്? സയ്യിദുനാ ഖാലിദ് എന്ന് പറയാ. സയ്യിദാണ് കൂട്ടി പറഞ്ഞടാ. ആ സയ്യിദിനാ കൂട്ടിയെന്ന് പറഞ്ഞാടാ. നാവാണ് ആശാവും. ഈ മുസ്ലിം ലോകം ഇങ്ങനെ ഒരു കടപ്പെട്ട ആളുണ്ടോ? ഖാലിദ് റളിയല്ലാഹുവിനെ പോലെ. അള്ളാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹു അവരെയൊക്കെ ആ മഹാന സ്വർഗത്തിൽ വെച്ച് കാണാനും മഹ്ശറിൽ അവരെ കൂടെ രക്ഷപ്പെടാനും സിറാത്തും അവരെ കൂടെ കടക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ അവർക്കിടയിൽ ഒരു മനുഷ്യൻ വന്നു, മുഹമ്മദ്. കൂടുതൽ വർത്താനം വരേണ്ട ആവശ്യമില്ല. ദഅവത്ത് നമ്മളെ നന്നാവലാണ്.
മറ്റതൊക്കെ ഒരു തമ്പീഹ് തന്നെയാണ്, മറ്റതൊക്കെ ഒരു തമ്പീഹാണ്. അത്രയേ ഉള്ളൂ, ഒരു ഓർമ്മപ്പെടുത്തൽ ഇടക്കിടക്ക്, അത്രയേ ഉള്ളൂ. നമ്മൾ നന്നായ നമ്മളെ കുട്ടികൾ നന്നാവും, നമ്മൾ നന്നായ മകൾ നന്നാവും, നന്നാവുമല്ലോ. ഖദീജ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഹദിയല്ലേ, ആ ഖദീജന്റെ മോളല്ലേ ഫാത്തിമ, നന്നായില്ലേ? ആ ഫാത്തിമയുടെ പൊന്നും മോനല്ലേ ഹസൻ ഹുസൈൻ, നന്നായില്ലേ? ആ ഹുസൈന്റെ മോഹനല്ലേ ചിന്തിക്ക് അലി സൈനുൽ ആബിദീൻ, നന്നായില്ലേ? അലി സൈനുൽ ആബിദീൻ ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കും. ആരെ മകന്? ഹുസൈൻ തങ്ങളെ മോനെ. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മോനാണ് ആര്? അലി സൈൻ. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മോന് അലി ഉണ്ട്, ഹുസൈൻ റളിയല്ലാഹുവിന്റെ ബാപ്പ അലി, പിന്നെ ഒരു മകനുണ്ട്, എന്ത്? അലി. ഈ അലിയുടെ ആരാധന കാരണം മദീനക്കാരും ഷാമികളും അദ്ദേഹത്തിന് സൈനുൽ ആബിദീൻ എന്ന് പേരിട്ടു. അതാണ് എന്ത്? നമ്മൾ ശംസുൽ ഉലമ എന്ന് പറയും പോലത്തെ സ്ഥാനപ്പേരാണ് എന്ത്? സൈനുൽ ആബിദീൻ. സൈനുൽ ആബിദീൻ അല്ലാതെ ഒറിജിനൽ പേരല്ല. ഒറിജിനൽ പേര് തന്നെയാണ് അലി. അതാണ് അലി സൈനുൽ ആബിദീൻ. ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കും. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കും. ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കും. ആര്? അലി സൈനുൽ ആബിദീൻ. എന്താ പഠിച്ചോനെ, അള്ളാഹുവരൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. എന്ത് മനുഷ്യന്മാരാണ് അവരൊക്കെ, ചിന്തിക്ക്. ആരാ ലാളിച്ച് വളർത്തിയ കുഞ്ഞല്ലേ അബ്ദുൽ ഖാദിർ, നന്നായില്ലേ? ലാളിച്ചല്ലേ വളർത്തിയത് അബ്ദുൽ ഖാദിറിനെ റളിയല്ലാഹു അൻഹു, നന്നായില്ലേ? ആ അബ്ദുൽ ഖാദിർ അല്ലേ ഊണും മൂറക്കമ്മൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നോവർ. തിന്നാ നടന്നത് ഒരു കൊല്ലം, നടന്നും പറ്റിയതല്ലോ. നല്ല വേറും ഐഷ തൊഴുതൊരുവാലേ 40 ചാണ്ടോളം സുബ്ഹ് തൊഴുതോവർ. ഇശ നിസ്കരിച്ച ഉളു കൊണ്ട് സുബഹി നിസ്കരിച്ച 40 കൊല്ലം ആര്? ഈ അബ്ദുൽ ഖാദിർ, ഉമ്മാന്റെ പരിലാളനയിൽ വളർന്ന അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. അതല്ലേ ആ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അല്ലാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. ലാളിച്ച് വളർത്തിയല്ലേ അവരൊക്കെ ആശ. എന്നിട്ട് നമ്മൾ നന്നായ കുട്ടികൾ നന്നാവും, നമ്മൾ നന്നായ കുട്ടികൾ നന്നാവും, അവരെന്നായ അവരെ മക്കൾ നന്നാവും. എന്റെ ഇടയിൽ എവിടെയെങ്കിലും വിട്ടുപോയാൽ പിന്നെ നന്നാക്കാൻ കഴിയില്ല. അത് വളരെ പ്രശ്നമാണ്. ഞാൻ നീട്ടുന്നില്ല. നമ്മൾ നന്നാവരല്ലാത്ത ഒരു പരിഹാരവും ഇല്ല. നമ്മൾ നന്നാവല്ലാതെ നമ്മളെ സമുദായത്തെ രക്ഷപ്പെടുത്താൻ ഒരു പരിഹാരവും ഇല്ല. നമ്മൾ നന്നാവുക. അതെങ്ങനെ നമ്മൾ നന്നാവലെങ്ങനെ? ഒന്ന്, ചീത്തയായ ദുസ്വഭാവങ്ങളെ മാറ്റി നിർത്തുക. ദീനിൽ ഏറ്റവും വില എന്തിനാണ്? സ്വഭാവത്തിനാണ്. തുലാസിൽ ഏറ്റവും കനം തൂങ്ങ സൽസ്വഭാവം എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് ഏറ്റവും കനം തൂങ്ങ. നിസ്കാരമല്ല, നോമ്പുമല്ല. നിസ്കാരം വേണ്ടേ? വേണം. നോമ്പ് വേണ്ടേ? വേണം. പക്ഷേ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുക അൽ ഖുലുഖുൽ ഹസനു, സൽസ്വഭാവം എന്ന് മുഹമ്മദ് മുസ്തഫ. സൽസ്വഭാവം ഉണ്ടാവണം. അങ്ങനെ അതൊക്കെ തന്നെ നന്നാവാനുള്ള വഴി. നമുക്ക് സൽസ്വഭാവം വേണം. അപ്പൊ നമ്മളെ കുട്ടികളും ഉണ്ടാവും. നമുക്ക് സബറുണ്ടോ? കുട്ടികൾക്ക് സബറുണ്ടാവും. وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون. سورة المؤمنون 111 ആയത്ത്. وجعلنا منهم أئمة يهدون بأمرنا لما صبروا. ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടുന്നില്ല. ഞാൻ എൻ്റെ ഒരു എസൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിന്റെ എസൻസ്. ഞാൻ നന്നായി എൻ്റെ കുട്ടികൾ നന്നാവും. സ്വാഭാവികമാണത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നന്നായിട്ടില്ലേ? കുട്ടികൾ നന്നാക്കാൻ നമുക്ക് കഴിയൂല. ചിന്തിക്ക്. നാട്ടുകാരൊക്കെ ലാളിച്ചിട്ട് നന്നാകാണെങ്കിൽ പാണക്കാട്ടെ പൂക്കാൻ്റെ ഒക്കെ നാശാണ്ടേ? ഒന്ന് നാശായോ? അതൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? ലാളിച്ചിട്ട് നാശാകുകയാണെങ്കിൽ നാശാകണം ആര്? പറയും മനുഷ്യന്മാരെ, പൂക്കോയന്റെ മക്കൾ നാശാവണ്ടേ? നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? പൂക്കോയന്റെ മക്കൾ ഒന്ന് നാശായോ? 5 മക്കളില്ലേ പൂക്കോയക്ക്? 1 സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്, 2 ഉമർ അലി ഷിഹാബ്, 3 ഹൈദർ അലി ഷിഹാബ്, സാദിഖ് അലി ഷിഹാബ്,
അബ്ബാസ് അലി ശിഹാബ്, ആ കുട്ടികൾ നല്ല കരുകരുത്ത ആ കുട്ടികള് മനസ്സിലാവുണ്ടല്ലോ, 5 എണ്ണം ഉണ്ട്. ആരെ മക്കള് പറ? പൂക്കോയ പാപ്പാന്റെ മക്കള് ഇല്ലേ? പറ. ഒന്ന് നാശായോ? ഒന്ന് നാശായോ? ഇല്ലല്ലോ, ഒന്ന് നാശായില്ലല്ലോ. മൂത്ത കുട്ടി മരിച്ചപ്പോൾ കേരളം മുഴുവനും കരഞ്ഞില്ലേ? ഹിന്ദുവും എല്ലാവരും കരഞ്ഞില്ലേ? മനസ്സിലായില്ലേ? സത്യല്ലേ? പറയും സത്യല്ലേ? പറയും മനുഷ്യന്മാര് സത്യല്ലേ? മൂത്ത കുട്ടി മുഹമ്മദ് അലി ശിഹാബ് മരിച്ചപ്പോൾ കേരളം മുഴുവൻ കരഞ്ഞില്ലേ? റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അവരെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഇത്ര വർത്തമാനം പറയേണ്ട ആവശ്യം? മര്യാദക്ക് തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ഭക്ഷണമുണ്ട്. നാട്ടിലൊക്കെ പട്ടിണി നടക്കുന്ന കാലത്ത് പുതിയ മാളികക്കൽ പൂക്കോയന്റെ കുട്ടികൾ പട്ടിണി നടക്കൂല. ഉച്ചക്കും വൈകുന്നേരം വന്നവർക്കൊക്കെ ചോറ് കൊടുക്കുന്ന പേരെന്ന് പൂക്കോയന്റെ കാലത്ത്. അന്ന് മകൻ പട്ടിണി നടക്കുക. മകന് കാനാഞ്ചേരി പള്ളി ദർശരി എന്നോട് കാനാഞ്ചേരിക്കാർ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയെ ആ കുട്ടി ഇവിടെ ഓതുന്ന കാലത്ത് ഒരു നേരം ചോറ് കൊടുക്കാൻ പറ്റിയ ഒരു പുര ഈ നാട്ടിലില്ലാതെ കഞ്ഞി കുടിച്ചാ ഓതിയിരുന്നത്. അന്ന് പുരയിൽ വരുന്നവർക്കൊക്കെ ഉച്ചക്ക് വൈകുന്നേരം ചോറ് കൊടുക്കും പൂക്കോയന്റെ അവിടെ. അത് പൂക്കോയന്റെ മകൻ എന്ത് ചെയ്യും? കാനാഞ്ചേരി പള്ളി ദർശരി കഞ്ഞി കുടിക്കും ഉച്ചക്കും വൈകുന്നേരം. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? 960 അറസ്റ്റ് ചെയ്തു. ആരെ? പൂക്കോയ പാപ്പാനെ. കരുതൽ തടങ്കൽ, മറ്റേ ഇത് മനസ്സിലായില്ല, ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ജീപ്പ് കയറ്റി. ജീപ്പ് കയറിയിരുന്ന് അതിലെല്ലാവരും കരഞ്ഞ് അതിൽ ജീപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്ന്. ഇറങ്ങി പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി. പൂക്കോയ പാപ്പ ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് മുന്നത്തേക്ക് വന്നു. ഇത് പറഞ്ഞ്, ഞാൻ ഇവിടുന്ന് പോയാൽ പോലീസുകാരനെ കൊണ്ടുപോയാൽ മടക്കി കൊണ്ടുവരും, ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കരഞ്ഞാൽ ഇത് നാട്ടുകാരാകെ അറിയും, നാട്ടുകാരറിഞ്ഞാൽ കോയാന്റെ ദർസിൽ അറിയും, അങ്ങനെ കോയാന്റെ ദർസ് മുടങ്ങുന്നു. ആരാ കോയ? മുഹമ്മദ് അലി ശിഹാബ്. മുഹമ്മദ് അലി ശിഹാബ് ഞങ്ങൾ കോയാന്നെ പറഞ്ഞിരുന്ന ആര്? പാപ്പ. ബാക്കിയുള്ളവരും അങ്ങനെ പറഞ്ഞു കോയക്കാക്കാന്നറിയാം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അറസ്റ്റ് ചെയ്യണത് അവർക്ക് പ്രശ്നമല്ല, പോലീസിനെ കൊണ്ടുപോകുന്ന പ്രശ്നമല്ല. നിങ്ങൾ കരഞ്ഞാൽ നാട്ടുകാരറിയും, അവസാനം കോയാന്റെ ദർസിൽ അറിയും. കോയാന്റെ ദർസിൽ നിന്ന് നിർത്തിയിട്ട് കോയന് പോരും. അതുകൊണ്ട് ഇത് ആരും അറിയണ്ട. ഇന്ന അറസ്റ്റ് ചെയ്ത വിവരം ആരും അറിയരുത്. എന്തുകൊണ്ട് അറിയരുത്? എന്താണ് കാരണം പറഞ്ഞ്? കോയാന്റെ ദർസ് മുടങ്ങരുത്. 2 നേരം കഞ്ഞി കുടിക്കാണ് കോയ അവിടെ. അത് കാനാഞ്ചേരിക്കാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കാനാഞ്ചേരി ഒരു ദിവസം ഞാൻ ചെന്നപ്പോ ഒരു വയസ്സനായ മനുഷ്യനോട് ആ സംഭവം പറഞ്ഞിട്ടുണ്ട്, വളരെ വേദനിച്ചിട്ട്. 2 നേരം കഞ്ഞി കുടിച്ച കുട്ടി വളർന്നു. കുടുംബത്തിൽ 2 നേരം ചോറ് കൊടുക്കും നാട്ടുകാർക്കൊക്കെ. ആ കുട്ടിയല്ലേ കേരളം കണ്ട ഏറ്റവും വലിയ നല്ല കുട്ടി ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ. അള്ളാഹു ഒരു ദറജ ഏറ്റി കൊടുക്കട്ടെ. അതിന്റെ സത്യമല്ലേ അതൊക്കെ? ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കാണ്. എത്തച്ചങ്ങാണ്ടി കോയക്കുട്ടി മുസ്ലിയാർക്ക് നേമത്തുണ്ടായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന കുട്ടികൾ ഉണ്ടായില്ലേ? മഹാനായ ശംസുൽ ഉലമയെ പോലെ. ഒന്നും നാശായില്ലല്ലോ. എന്തുകൊണ്ട്? അവരല്ലോരാണ്. وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون. നമ്മൾ ജനങ്ങൾക്ക് പിൻഗാമികൾക്ക് നേതാക്കന്മാരാവും. നമ്മൾ ക്ഷമിച്ച് ദീനിന്റെ ചട്ടക്കൂട്ടിൽ നിലകൊണ്ടാൽ അവർ നന്നാവും. അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മൾ നൂണ് പറഞ്ഞാൽ അവർക്ക് നൂന് പറയാൻ കഴിയൂല. നീ കൂടുതൽ വർത്താനം പറയണ്ട. നമ്മൾ നന്നായ അവർ നന്നാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്നാവുക. നമ്മൾക്കൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങ. നമ്മൾ പഠിച്ചവനെ പേടി നമ്മൾക്ക് ഉണ്ടാവുക. അള്ളാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കുക. കാലഘട്ടത്തിന്റെ മുസീബത്തിന്റെ പിന്നാലെ പോകാതിരിക്കുക. എന്താണ് ഏതാണെന്നൊന്നും പറയേണ്ട ആവശ്യമല്ല. ഓരോരുത്തർക്കും അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട. അതിനിപ്പോ പുതിയൊരു ഓത്ത് ഓതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണമെന്നും എല്ലാവർക്കും അറിയാം, എന്ത് ചെയ്യരുതെന്നുള്ള ജനങ്ങൾക്ക് അറിയാം. പക്ഷെ ചെയ്യൂല, അത്രേ ഉള്ളൂ.
അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങലാണ് നമുക്ക് നല്ലത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തുള്ള മുഅ്മിനീങ്ങൾ നമ്മളെ പെടുത്തട്ടെ. അടുത്ത തലമുറ മോശമാവുന്നുണ്ടെങ്കിൽ ഉത്തരവാദി പൂർണ്ണമായി നമ്മളായിരിക്കും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവർ നാശമായി പോയാൽ പിന്നെ അവർക്ക് നന്നാകാൻ കഴിയില്ല. അത് നല്ല പോലെ എല്ലാവരും ചിന്തിക്കണം, എല്ലാവരും അത് മനസ്സിലാക്കണം. അതിന് ഉമ്മയും ബാപ്പയും ആ കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യണം. കുട്ടികളെ നിയന്ത്രിക്കണം. കുട്ടികളെ നിയന്ത്രിക്കണമെങ്കിൽ ഉമ്മാക്ക് നിയന്ത്രണം വേണം. ഉമ്മാന്റെ കയ്യിൽ തന്നെ ദുനിയാവിലെ എല്ലാ ഫോൺ നമ്പറും വാട്സപ്പും അതും ഇതും തന്നെ. ഉമ്മാക്ക് തന്നെ അതെല്ലാം കൂടി നോക്കി തീർക്കാൻ കഴിയില്ല ദിവസം. പിന്നെ മകളെ കാര്യം പറയാണ്ടോ. അപ്പൊ ഇതൊക്കെ ഈ രൂപത്തിൽ നിന്നൊക്കെ നമ്മൾ മാറണം. അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാലഘട്ടത്തിന്റെ കുതന്ത്രങ്ങളൊന്നും പിന്നാലെ ഒന്നും പോണ്ട. എല്ലാം കൂടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ വാട്സപ്പും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ആവശ്യമില്ലാത്തതാണ്. വെള്ളം വെക്കാനാണ്. എന്നിട്ട് എന്തേ നന്നായത്? സിദ്ദീഖുലൊക്കെ ഒരു വാട്സപ്പ് ഉണ്ടായിട്ടാണ് ഈ പറയുന്നത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവനവന്റെ കാര്യം നോക്കുക. അവനാന്റെ കാര്യം നോക്കുക. അത്ര തന്നെ. അവനാന്റെ കാര്യം നോക്കുക. നമുക്കിവിടെ നമ്മളെ കാര്യം ഈ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിന്റെ നൂറ്റാണ്ടാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ നൂറ്റാണ്ട് അത്ഭുതം സംഭവിക്കും. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ ഭൂമിയിൽ. അടുത്ത് സംഭവിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ നൂറ്റാണ്ടിൽ മഹ്ദിമാവ് പ്രത്യക്ഷപ്പെടും. യാതൊരു സംശയം വേണ്ട. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. 2000 മുതൽ ഞാൻ അത് കേരളത്തിൽ പറയും. നിങ്ങളെ കോഴിക്കോട് പറയുന്നുണ്ട് 2000 മുതൽ. 2019 അടുത്ത് വരും. എഴുതി വെച്ചോളി, അടുത്ത് വരും. നിങ്ങളെ മുന്നിൽ റഹ്മത്തുള്ള ഖാസിമി ഇല്ലേ? ഇല്ലേ? പറയും മനുഷ്യന്മാരെ, ഉറപ്പല്ലേ? എന്നാ ഭൂമിയിൽ മഹ്ദി ഇമാമുണ്ട്. ഇവിടെ മഹ്ദി ഇമാമ് ജീവിച്ചിരിപ്പുണ്ട്. മഹ്ദി ഇമാം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ രാത്രിയാണെന്നത് സത്യമാണെങ്കിൽ മഹ്ദി ഇമാമ് ജീവിച്ചിരിപ്പുണ്ടെന്നത് സത്യമാണ്. യാതൊരു സംശയം വേണ്ട. സംശയിക്കനുണ്ട. അതിന്റെ എല്ലാ അടയാളങ്ങളും വന്നു കഴിഞ്ഞു. ഇറാഖിനെ പറ്റി പറഞ്ഞ ഹദീസ് കൃത്യമായി പുലർന്നു. ഷാമിനെ പറ്റി പറഞ്ഞ ഹദീസ് കൃത്യമായി. ഷാമൊക്കെ 800 ആവുമ്പോൾ അവർ പ്രത്യക്ഷപ്പെടാൻ. ഇനി എന്താ പ്രത്യക്ഷപ്പെടാനുള്ളത്? 800 തന്നെയല്ലേ ഷാമ്? ഷാമിന്റെ അവസ്ഥ എന്താ? ഷാമിന്റെ റഹസ്യം കൽബ് എന്താ? ഡമസ്കസ് അല്ലേ? സിറിയല്ലേ? എന്താ അതിന്റെ അവസ്ഥ? 2008 യുദ്ധം തുടങ്ങുമ്പോ 2,08,00,000 ജനസംഖ്യ. ഇപ്പോൾ അതിൽ 60% നാട്ടിൽ തന്നെ ഇല്ല. ഇല്ലെന്നെ, എവിടെ പോയി എന്നറിയില്ല. പട്ടി പൂച്ച ഇതിനൊക്കെ അറുത്തുന്നവരുണ്ട് ശ്യാമല്. ഓഹും ഖിയാറത്തുല്ലാഹി അലാ വജ്ഹിൽ അർദി. ഭൂമിയിലെ ഏറ്റവും നല്ലൊരു ഷാമിലേനങ്ങളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഷാമിലേക്കാണ് ഈസാ നബി ഇറങ്ങി വരിക അലൈഹിസ്സലാം. മഹ്ദി ഇമാം മദീനക്കാരനാ. മഹ്ദി ഇമാം മദീനക്കാരനാ. പക്ഷെ താവളം അടിക്കൽ ഷാമിലായിരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അടുത്ത് സംഭവിക്കും. ജനങ്ങളെ, ഇത് യാതൊരു സംശയം വേണ്ട. ഈ ലോകം അവസാനിക്കും. യാതൊരു സംശയം വേണ്ട. യാതൊരു സംശയം വേണ്ട. ഈ ലോകം അവസാന ഘട്ടത്തിലാണ്. എന്താ പിന്നെ വേണ്ടത്? കോളങ്ങൾ കൂട്ടിമുട്ടിയ പോലെ കുറച്ച് അടയാളല്ലേ ബാക്കിയുള്ളൂ. കുറച്ച് അടയാളല്ലേ ബാക്കിയുള്ളൂ. എന്താ ഇനി ബാക്കി? ഒന്ന് മഹ്ദി ഇമാം വരണം. അതെപ്പോഴും വരാണ്ട സാഹചര്യം ഇന്ന് ലോകത്തുണ്ട്. ഒരു കഷ്ണം റൊട്ടി ഇറാഖിലേക്ക് കിട്ടിയാൽ അവർ അത് കസ്തൂരിയേക്കാൾ വാസനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊന്നില്ലേ ഇറാഖിന്റെ അവസ്ഥ? ഇന്ന് അതന്നെയല്ലേ ഇറാഖില്? ഇറാഖ് അങ്ങനെ തന്നെയല്ലേ ഇന്ന്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്. ഷാമിനെ പറ്റി പറഞ്ഞല്ലോ, അതും അങ്ങനെ തന്നെയല്ലേ? മഹ്ദി ഇമാം വന്ന ഇനിയിപ്പോ കുറഞ്ഞ അടയാളല്ലേ ഉള്ളൂ. മഹ്ദി ഇമാം വന്നാല് 7ാമത്തെ കൊല്ലമോ 9ാമത്തെ കൊല്ലമോ ദജ്ജാൽ വെളിവാവും. ലഅനത്തുല്ലാഹി അലൈഹി. ദജ്ജാൽ വന്നാൽ 40ാമത്തെ ദിവസം ഈസാ നബി ഇറങ്ങി വരും. 40ാമത്തെ കൊല്ലല്ല, 40ാമത്തെ ദിവസം ഈസാ നബി ഇറങ്ങി വരും. സയ്യിദുനാ ഈസാ. അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇനി എന്താ പിന്നൊക്കെ താമസം? ചിന്തിക്ക്. ഇരുട്ട് വെളിച്ചത്തിലേക്കും വെളിച്ചം ഇരുട്ടിലേക്കും ഓടും. വെളിച്ചം ഇരുട്ടിലേക്കോടും, ഇരുട്ട് വെളിച്ചത്തിലേക്കോടും. ഏതാണ് ഈ വെളിച്ചം?
വെളിച്ചമെന്നാൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. അവിടെയാണ് 4 വേദഗ്രന്ഥവും. അവരിപ്പോൾ ഇരുട്ടിലേക്ക് പോയാണ്. മുസ്തഫ നബി വരുന്ന കാലത്ത് ഇരുട്ട് എന്ന് പറഞ്ഞാൽ റോമൻ ഇരുട്ടാണ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ അവരെ സംസ്കാരത്തിലേക്ക് പായും, അവരോ ഇങ്ങോട്ടും പായും. അവർക്ക് ഇസ്ലാമാകാൻ പൂടി, നമുക്ക് ഓരെ പോയാകാൻ പൂടി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇരുട്ട് വെളിച്ചത്തിലേക്കോടും, വെളിച്ചം ഇരുട്ടിലേക്കോടും. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുത്തഖീങ്ങളുള്ള നാട്ടുകാര് യൂറോപ്യന്മാരാകാൻ മത്സരിക്കും, യൂറോപ്യന്മാർ ഇസ്ലാമാകാൻ മത്സരിക്കും. യൂറോപ്പൊക്കെ ഒഴുകാൻ ഇസ്ലാമിലേക്ക് അവർക്ക് നന്നാകാൻ കൂടി, നമുക്ക് നാശാകാൻ കൂടി. അവരെ പെണ്ണുങ്ങൾക്ക് ഔറത്ത് മറക്കാൻ കൂടി, നമ്മളെ പെണ്ണുങ്ങൾക്ക് ഔറത്ത് വെളിവാക്കാൻ കൂടി. അവർക്ക് മുസ്ലിമീങ്ങൾ യോജിക്കാൻ കൂടി, നമുക്ക് മുസ്ലിമീങ്ങൾ തമ്മിൽ തച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരൂല. ഒരു ദിവസമെങ്കിലും സമുദായത്തിനിടയിൽ ഒരു വിത്തനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് റാഹത്ത് കിട്ടൂല. മുമ്പ് ഒരു കള്ളന് മകൾ അവിടേക്ക് വിരുന്നുപോയൊരു കഥ ഉണ്ട്. കള്ളൻ മകളെ പോരേക്ക് വിരുന്നുപോയി. രാത്രി അക്കാൻ പോകുന്നൊരു കള്ളന് മകളെ പോരേക്ക് വിരുന്നുപോയി. അങ്ങനെ ചെന്ന് വിരിപ്പ് കൊടുത്ത് ഒക്കെ കൊടുത്ത് ബാപ്പാക്ക് ഉറക്കം വരുന്നില്ല. ബാപ്പ അങ്ങോട്ട് കാലോട്ട് തയ്ച്ച്, ഒന്നിങ്ങോട്ട് തയ്ച്ച്, ഒന്നങ്ങോട്ട് കടന്ന് ഉറക്കം വരുന്നില്ല. അവസാനം ബാപ്പ അവിടുന്ന് എണീറ്റ്. മൂപ്പര് എണീറ്റ് അയൽവാസികളെ വീട്ടിൽ പോയിട്ട് കിണറ്റിന്റെ തൊട്ടി കഴിച്ചിട്ട് കട്ടിൻ്റെ അടി കൊണ്ടുവന്ന് വെച്ച് ഉഷാറായിട്ട് ഉറങ്ങി. പിറ്റേന്ന് നേരം നോക്കുമ്പോൾ ആരാ തൊട്ടി ഉണ്ടായതെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോ തന്നെ മക്ക് മനസ്സിലായി ആപ്പ ഇരിക്കും. അപ്പൊ ആപ്പ എണീറ്റുകൊണ്ട് പറഞ്ഞ ഒന്നല്ല കുട്ടികളെ, ആപ്പക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ ആപ്പ ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയി അറിയും ചെയ്ത്. അയൽവാസിനെ തൊട്ടിയെങ്കിലും എടുത്തില്ലെങ്കിൽ കള്ളൻ ഉറക്കം വരൂല. നമുക്കൊരു പിത്തനെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറക്കം വരൂല. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സാഹചര്യം. ഇന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. എന്നാൽ ഇതൊക്കെ ഞാൻ എന്തിനത് പറഞ്ഞത്? ഇത് അവസാനമാണ്. ഇനി ഇതിന്റെ എത്ര ഇത് ബാക്കിയുണ്ടാവും എനിക്കറിയില്ല. ഇത് അവസാന കാലമാണ്, യാതൊരു സംശയം വേണ്ട. ഈ കൊല്ലത്തിനെയും പേടിക്കണം. ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ 1440. ഈ 1440 പേടിക്കണം. ഈ 1440 എന്ന് പറയുക അതതാ ഒരു ദിവസത്തെ മിനിറ്റിന്റെ എണ്ണം 1440. ഒരു ദിവസം എത്ര മിനിറ്റാ? ഒരു ദിവസം എത്ര മിനിറ്റാ? എന്താണ് കമ്പ്യൂട്ടർ ആണോ? അല്ല പറയും, ഒരു ദിവസം എത്ര മിനിറ്റാ? പറയും മനുഷ്യന്മാര്. 60 × 24 എത്ര? എന്തൊരു മനുഷ്യന്മാരാണ്! 60 × 24 എത്ര? 1440. ഈ കൊല്ലമേലായത് ഹിജ്റ 1440 എന്താണ് ഈ 1440? ഒരു ദിവസത്തിലുള്ള ദഖായിഖിന്റെ എണ്ണമാണ്. എന്ത്? 1440. പേടിക്കണം. വേറെയും ശവായിദുണ്ട്, എല്ലാം കൂടി പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണില്ല. ഖിയാമത്ത് നാൾ അടുത്ത് വരും എന്നതിന് വേറെയും തെളിവുകളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടിമുട്ടാൻ വല്ല പണിയുണ്ടോ? ഉരുട്ടുമ്പോൾ കൂട്ടിമുട്ടിയിട്ടുണ്ടാവില്ല. ഉരുള പൊന്തിക്കുമ്പോൾ വായിലെത്തുന്ന കൂട്ടിമുട്ടിയിട്ട് തകരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ. കച്ചവടക്കാരൻ തുണി വിരിച്ചിട്ട് കച്ചവടം തുടങ്ങും. ഒരാൾ വന്ന് സാധനം ഒരു തുണിക്ക് വില പറയും. എത്രയാണ്? 5 ദിർഹം, അല്ല 2 ദിർഹം. അങ്ങോട്ടോട് പറയും. കച്ചവടം ഇങ്ങനെ നടത്തി മറ്റവന്റെ കൈക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പഴത്തിന് കൂട്ടിമുട്ടും. ഇല്ലാക്കലം അഹിൽ ബസരി, കണ്ണിന്റെ ഇമ വെട്ടിത്തീരുന്നതിന് മുമ്പ് അന്ത്യനാൾ സംഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിന്റെ തേരന്റെ ഇത് പൂട്ടിമുട്ടഞ്ഞ് വല്ല സമയമുണ്ടോ? അടയാളൊക്കെ വന്നു കഴിഞ്ഞാല് ആദ്യത്തെ അടയാളം എന്താ? ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളം എന്താ? മൗത്തു നബിക്കും, ഞാൻ മരിക്കൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 1429 കൊല്ലായി. ഹിജ്റ 11 മുസ്തഫ നബി വഫാത്താവുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് 1429 കൊല്ലായി. ആദ്യത്തെ അടയാളം ഉദ്ഘാടനം കഴിഞ്ഞിട്ട്
അവ്വലു അലാമാത്തി സാഅ, ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളം മൗത്ത് നബീക്കും, നിങ്ങളെ നബിയായ ഞാൻ മരിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അവനവൻ നന്നാകാനുള്ള മാർഗങ്ങൾ ആലോചിക്കുക. വീടും പരിസരവും പടച്ചോനെ പൊരുത്തത്തിലാക്കുക. ബാപ്പയമ്മയും പടച്ചോനെ പേടിച്ച് ജീവിക്കുക. മക്കളെയും ഉപദേശിക്കുക, ഇടക്കിടക്കൊന്ന് ഉപദേശിക്കുക. നമ്മളെ ജീവിത ശൈലി കൊണ്ട് അവർ നന്നാവാൻ നോക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ, സാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വയം നന്നാവാൻ ഉള്ള ഉപദേശമാകാൻ ഇതിനും അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ.